രാത്രിയിൽ ട്രെയിനിലായിരുന്നു. ട്രെയിനിൽ കിടന്ന ഉറക്കം വരില്ല. അപ്പോൾ രാത്രി 2 മണിക്ക് ഫേസ്ബുക്കിലിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ സ്ട്രീമിൽ മുഴുവൻ വന്ന് നിറയുന്നത് ഇന്നലെ കൊല ചെയ്യപ്പെട്ട സന്ദീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അതിന് മാധ്യമഭാഷ്യം വന്നിട്ടുണ്ട്. അത് വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നുവെന്ന്. BJPയുടെ നേതാവ് CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കുത്തിക്കൊല്ലുമ്പോൾ അതിന് പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെയ്യിക്കുമ്പോൾ 9 കുത്താണ് നെഞ്ഞത്ത്, ഹൃദയഭാഗത്ത്. കൃത്യമായിട്ട് പ്രൊഫഷണലിസം കാണിക്കുകയാണ്. അത് ചെയ്യുമ്പോൾ അത് വ്യക്തിവൈരാഗ്യമായിട്ട് മാറുന്നൊരു കാലമാണ് നമ്മുടെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങളുടെ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു നാരായണൻ നായർ. ആ പരമ്പര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവും ഇല്ലാതിരുന്നൊരു നാട്ടിൽ ഇപ്പം ഞാൻ എൻ്റെ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ചെറിയമ്മയുടെ ഭർത്താവ്. എൻ്റെ ചിറ്റപ്പൻ്റെ നാടാണ് ഈ തിരുവല്ല അടുത്ത് പെരിങ്ങര എന്ന് പറയുന്നത്. എനിക്കവിടെ വ്യക്തിപരമായ ബാന്ധവങ്ങളുണ്ട്. ഞാൻ രാവിലെ തന്നെ അവരെ വിളിച്ച് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോടാ? അവർ പറഞ്ഞു, ഇല്ല സഖാവേ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വളരെ ആസൂത്രിതമായിട്ട് ചെയ്തൊരു കാര്യമാണ്. നാളെ ഇത് വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നു എന്ന് നമ്മുടെ നാട്ടിലെ നീതിപീഠങ്ങൾ കൂടെ തീരുമാനിക്കുന്നൊരു കാലം വരും. കൊല ചെയ്ത മനുഷ്യരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ നീതിപീഠങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ഒരു കാലം വരും. നീതിയുടെ വൃക്ഷം എന്ന പേരിൽ സച്ചിദാനന്ദൻ എഴുതിയൊരു കവിതയുണ്ട്. അത് രാജനെ ഉരുട്ടിക്കൊന്ന കേസിലെ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ ആത്മരോഷം കൊണ്ട് അദ്ദേഹം എഴുതിപ്പോയ കവിതയാണ്. കവിത ഇങ്ങനെയാണ്: ഇവിടെ ഒരു കാറ്റാടി മരം നടുക, ഭ്രാന്ത് പിടിച്ച് മരിച്ച അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക്. ഇവിടെ ഒരു ചെറുനാരകം നടുക, വെള്ളം കിട്ടാതെ മരിച്ച അച്ഛൻ്റെ ഓർമ്മയ്ക്ക്. ഇവിടെ ഒരു അശോകത്തൈ നടുക, ആത്മഹത്യ അപഹരിച്ച ഓപ്പോൾക്ക്. രക്തസാക്ഷിയുടെ ചോര കൊടുത്ത് വളർത്തിയ നീതിയുടെ വൃക്ഷം നാം എവിടെ നടും? പള്ളിമുറ്റത്തെ ക്രിസ്തുമസ് മരത്തിൽ ഒരു പൂ പോലുമില്ലല്ലോ. കോടതി മുറ്റത്തെ കുരിശിൻ്റെ പച്ച ഇലകൾ കരിഞ്ഞിരിക്കുന്നല്ലോ. ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെട്ട സഹോദര, നിന്നെ കൊന്ന നിയമം ഇതാ വിശുദ്ധൻ്റെ വസ്ത്രമണിഞ്ഞ് പാപികൾക്ക് മാപ്പ് നൽകുന്നു. ന്യായാധിപർ കൈകഴുകുന്നു, നീ മരിച്ചതിന് അവർക്ക് തെളിവുകളില്ല. കൊച്ചനിയൻ കൊല ചെയ്യപ്പെടുന്നത് എൻ്റെ കൺമുമ്പിൽ വെച്ചായിരുന്നു. കൊല ചെയ്തതിന് വ്യക്തമായ തെളിവില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടത്. ന്യായാധിപർ കൈകഴുകുന്നു, നീ മരിച്ചതിന് അവർക്ക് തെളിവുകളില്ല. പക്ഷേ നീ ജീവിച്ചിരുന്നതിന് ഞങ്ങൾക്ക് തെളിവുകളുണ്ട്. ഞങ്ങൾ മറക്കുകയില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സിംഹാസനങ്ങളിലും കവചിത വാഹനങ്ങളിലും നിന്റെ കൊലയാളികൾ സ്വസ്ഥരായിരിക്കുകയില്ല. ഞങ്ങൾ പോയിപ്പോയാലും കൊച്ചുമക്കളെ നിങ്ങൾ മറക്കരുത്. കഴുമരങ്ങളുടെ രാത്രികൾ, കെട്ടിത്താഴ്ത്തപ്പെട്ട ശവങ്ങൾ, ഉന്മാദത്തിൻ്റെ പൗർണമിയിലും ആത്മഹത്യയുടെ അമാവാസിയിലും അഭയം തേടിയ യൗവനങ്ങൾ പറയൂ, ഞങ്ങൾ മാപ്പു തരില്ല. തടങ്കൽ പാളയങ്ങളും ചാരവലയങ്ങളും ഇല്ലാത്ത കാലം വരുവോളം ഞങ്ങളുടെ പരമ്പരകൾ കീഴടങ്ങുകയില്ല. വെട്ടേറ്റു വാടുന്ന നീതിയുടെ വൃക്ഷമേ, ഒരിലയിൽ ഒരു വരിയെങ്കിലും എഴുതി കാറ്റിൽ താഴെയിടൂ. ഭീരുവിൻ്റെ നിശബ്ദമായ ആകാശം ഒരു പെരുമഴയുടെ ശീൽക്കാരം കൊണ്ട് ഭേദിക്കൂ. ഇവിടെ ഒരു പാലമരം നടുക, രക്തസാക്ഷിയുടെ ആത്മശാന്തിക്ക്. ഇവിടെ ഒരു കാഞ്ഞിരം നടുക, ഞങ്ങൾ ഇന്നോളം അറിഞ്ഞ നീതിയുടെ മധുരം നിറച്ച ഓർമ്മയ്ക്ക്. ഇവിടെ ചുടലച്ചാരം പൂശി നൃത്തം വയ്ക്കുന്ന ഒരു എരിക്കിൻ ചെടി നടുക, ഓരോ നിമിഷവും ശ്മശാനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ മനസ്സിന്. അധ്യക്ഷൻ്റെ അനുവാദത്തോടെ 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ നിങ്ങൾക്ക്? ഇന്ത്യൻ ചിത്രകലയ്ക്ക് അതുല്യമായ സംഭാവനകൾ നൽകിയ MF ഹുസൈനെ പണ്ട് നാട് കടത്താൻ തീരുമാനിച്ചപ്പോൾ സച്ചിദാനന്ദൻ മാഷ് എഴുതിയൊരു കവിത ഉണ്ടായിരുന്നു. കവിതയുടെ പേര് അവർ എന്നാണ്. കവിത ഇങ്ങനെയാണ്: നീ പ്രണയത്തെക്കുറിച്ച് എഴുതുകയാവും, അല്ലെങ്കിൽ അതിനു മുമ്പും പിമ്പുമുള്ള മഹാശൂന്യതയെക്കുറിച്ച്. അവർ നിന്റെ കടലാസ് പിടിച്ചു വാങ്ങി തുണ്ടു തുണ്ടാക്കി പറയും, ഇത് രാജ്യദ്രോഹമാണ്, നീ ജീവിക്കാൻ അർഹനല്ല. നീ നിന്റെ ക്യാൻവാസിൽ നിന്നെ തന്നെ വിസ്മയിപ്പിച്ച് വിരിയുന്ന ആകാരങ്ങളിൽ മുഴുകി വർണ്ണങ്ങളെ ധ്യാനിക്കുകയായിരിക്കും. അവർ നിന്റെ ക്യാൻവാസിന് തീ കൊളുത്തി വിധിക്കും, ഇത് അശ്ലീലമാണ്, നീ ജീവിക്കാൻ അർഹനല്ല. നീ നിന്റെ വത്സല ശബ്ദത്തിൽ കുട്ടികളോട് കാരുണ്യത്തെക്കുറിച്ചുള്ള ബുദ്ധകഥകൾ പറയുകയായിരിക്കും. അവർ നിന്റെ കുട്ടികളെ കത്തി കാണിച്ച് ഭയപ്പെടുത്തി കൽപ്പിക്കും, ഇയാൾക്ക് ഭ്രാന്താണ്,
ഇയാളെ കല്ലെറിഞ്ഞു കൊല്ലുക. നീ പറവയും അരുവിയും ഇളങ്കാറ്റുമൊത്ത് സ്നേഹവും വിശ്വാസവും തുളുമ്പുന്ന ഒരു പാട്ട് മൂളുകയായിരിക്കും. അവർ നിന്റെ പാടുന്ന നാവിന് നേരെ ത്രിശൂലം നീട്ടി അട്ടഹസിക്കും. നീ മനുഷ്യനെതിരെ പ്രകൃതിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണ്. നിന്റെ വിധി ഒറ്റുകാരുടേതാണ്. നീ കണ്ടത് വിളിച്ചു പറയുകയായിരിക്കും. നീതിക്ക് വേണ്ടി കയ്യുകൾ ഉയർത്തി നിലവിളിക്കുകയായിരിക്കും. അഥവാ ഏകാന്തതയിൽ നിന്റെ ദൈവത്തോട് നിശബ്ദം ശാന്തിക്കായി പ്രാർത്ഥിക്കുകയായിരിക്കും. അവർ സ്വസ്തികയുമായി വന്ന് ചോദിക്കും, നിന്റെ ദൈവം ഏതാണ്? നിന്റെ വംശം, ദേശം, ഭാഷ. അരുത്, ഉമ്മ വയ്ക്കരുത്, പ്രാർത്ഥിക്കരുത്, സത്യം പറയരുത്, അഹിംസയെക്കുറിച്ച് ശബ്ദിക്കരുത്. ചരാചരങ്ങളിലൂടെ മുഴുവൻ കടന്നു പോകുന്ന മഹാചൈതന്യത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത്. അവർ നിന്റെ ചുണ്ടുകൾക്കിടയിൽ കനൽ തിരുകും, നിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കും. അവർ മറ്റാരുമാവില്ല, നിന്റെ സുഹൃത്ത്, സഹപാഠി, നിന്റെ ബന്ധു, അയൽക്കാരൻ, പ്രണയി, നിന്റെ സ്വന്തം സഹോദരൻ. അഥവാ ആർക്കറിയാം ഒരുപക്ഷെ നീ തന്നെ. അന്നത്തെ കാലത്തിൽ നിന്ന് ഇന്നിലേക്കെത്തുമ്പോൾ ഈ കവിതയുടെ സാങ്കത്യം കൂടുതൽ നമുക്ക് സുവിദിതമാകുന്ന ഒരു വർത്തമാനകാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഞങ്ങൾക്കിടയിൽ വളരെ ക്രൂരമായ ഒരു തമാശ പറയാറുണ്ട് ഞങ്ങൾ. ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിലെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ തലസ്ഥാനമായിട്ട് പാകിസ്ഥാൻ മാറും എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിലെ കൊള്ളാവുന്ന മനുഷ്യരോട് മുഴുവൻ, പണ്ട് ആൻഡമാനിലേക്കാണ് നാട് കടത്തിയിരുന്നത്, നമ്മുടെ നാട്ടിലെ കൊള്ളാവുന്ന മനുഷ്യരെ മുഴുവൻ ഇപ്പോൾ നാട് കടത്തുന്നത് പാകിസ്ഥാനിലേക്കാണല്ലോ. നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ, ബുദ്ധിജീവികൾ, ചിന്തകന്മാർ, കലാകാരന്മാർ, കായിക താരങ്ങൾ, ഗവേഷകന്മാർ എല്ലാവരോടും പറയുന്നത് പാകിസ്ഥാനിലേക്ക് പൊക്കോളൂ എന്നുള്ളതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാമനീഷികളിൽ ഒരാളായ അമർത്യ സെന്നിനോടാണ് ഗുജറാത്ത് എന്ന് പറയുന്ന വാക്കുച്ചരിക്കരുത് എന്ന് അവർ കൽപ്പന കൊടുത്തത്. UR അനന്തമൂർത്തിക്ക് പാകിസ്ഥാനിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് മേടിച്ചു കൊടുത്ത മനുഷ്യരാണ് അവർ. അതുകൊണ്ട് അനധിവിദൂരമായ ഭാവിയിൽ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ലോകത്തിലെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ തലസ്ഥാനമായിട്ട് പാകിസ്ഥാൻ മാറുകയും ഇന്ത്യ മൊയന്തുകളുടെ സാമ്രാജ്യമായിട്ട് മാറുകയും ചെയ്യും. കാരണം ഇവിടെ അവശേഷിക്കാൻ പോകുന്നത് അവരെപ്പോലുള്ള മൊയന്തുകൾ മാത്രമാണല്ലോ. അത്തരമൊരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് നാം കൂടിയിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ സന്തോഷമുണ്ട്. ആ സന്തോഷം ദില്ലിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭം അതിൻ്റെ വിജയം കണ്ടതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനായിരുന്നു ആ സമരം എന്നതിൻ്റെ രാഷ്ട്രീയം നാം വേണ്ട രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം നമുക്കിടയിൽ ഉണ്ടാവണം. നമുക്ക് എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കെന്നല്ല, നമുക്കെന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ മധ്യവർഗ ബുദ്ധിജീവികൾ ധരിച്ചു വച്ചിരിക്കുന്നത് അവരുടെ വിളകൾക്ക് കൂടുതൽ വില കിട്ടാനുള്ള ഒരു സമരമാണ് അവർ അവിടെ ചെയ്തതെന്നായിരുന്നു. അല്ല കേട്ടോ. വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ ഭക്ഷ്യക്ഷാമങ്ങളെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിലൊന്ന് പോയിട്ട് സെർച്ച് ചെയ്യുക. ലോകത്തെമ്പാടും നടന്ന ഭക്ഷ്യക്ഷാമങ്ങളെക്കുറിച്ച്, 1943 ബംഗാളിൽ നടന്ന ക്ഷാമം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിൽ ഭൂരിപക്ഷവും ഭരണകൂടം കൃത്യമായിട്ട് തീരുമാനിച്ചുണ്ടാക്കിയ ക്ഷാമങ്ങളാണെന്ന്. ഇന്നാട്ടിലെ മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ട് അതിനൊന്നും ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇന്നാട്ടിലെ മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ടുണ്ടാക്കിയ നിയമങ്ങളാണതെന്ന് അത് കൃത്യമായിട്ട് ഈ കർഷകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവൻ കൃത്യമായിട്ട് രണ്ട് കാര്യങ്ങൾ, അതായത് ഒന്ന്, ഇന്ന് ഡീസലിനും പെട്രോളിനും പാചകവാതകത്തിനുമൊക്കെ ദിനംതോറും വില കൂട്ടുന്നൊരു കലാപരിപാടി നടക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നാളെ അതുപോലെ അരിയുടെയും ചോളത്തിൻ്റെയും ഗോതമ്പിൻ്റെയും വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം വരുമെന്ന് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട്. ഇത് കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകന് അറിയാമെന്ന്. രണ്ട്, അവർ സമരം ചെയ്തത് ഇന്നാട്ടിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഒരു ക്ഷാമമുണ്ടായാൽ, ഒരു പ്രളയമുണ്ടായാൽ, ഒരു യുദ്ധമുണ്ടായാൽ ഇന്നാട്ടിലെ മനുഷ്യൻ പട്ടിണി കിടക്കരുത് എന്ന് പറയുന്ന കൃത്യമായ ഒരു അജണ്ടയുടെ പേരിലാണ്. അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ മധ്യവർഗ ബുദ്ധിജീവികൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു ഖേദമുണ്ടല്ലോ. അത് വെറുതെ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ കർഷകൻ എങ്ങനെയാണ് ഇന്നത്തെ കർഷകനായിട്ട് മാറിയത്? നമ്മുടെ നാട്ടിലെ കർഷകൻ ഇന്നത്തെ കർഷകനായിട്ട് മാറിയത് നൂറ്റാണ്ടുകളോളം അവൻ നടത്തിയ എണ്ണമറ്റ സമരങ്ങളിലൂടെയാണ്. നമ്മുടെ നാട്ടിലെ കർഷകൻ ഇന്നത്തെ കർഷകനായിട്ട് മാറിയത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇടശ്ശേരിയുടെ പുത്തൻ കലവരിവാളും എന്ന് പറയുന്ന കവിത വായിച്ചാൽ മതി. ഇടശ്ശേരിയുടെ പുത്തൻ കലവരിവാളും എന്ന് പറയുന്ന കവിതയിൽ ആദ്യത്തെ 2 വരി നമുക്കൊക്കെ ഹൃദിസ്ഥമാണ്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാകട്ട പൊന്നാര്യൻ എന്ന് പറയുന്ന വരികൾ. പക്ഷെ എങ്ങനെയാണ്? അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്.
എങ്ങനെയാണ് ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തിലേക്ക് നമ്മുടെ നാട്ടിലെ കർഷകൻ എത്തിച്ചേരുന്നത്? ഇടശ്ശേരിയുടെ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കെ.പി. ശങ്കരമാഷതിനെ കുറിച്ച് പറയുന്നത് വാക്കുകൾ നൃത്തം ചെയ്യുന്ന പ്രതീതിയാണെന്നാണ്. എന്തൊരു മനോഹരമാണെന്നറിയോ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആരേ പോയ പുതിൽക്കീ പാടത്തരിമയോടാര്യൻ വിത്തിട്ടു, മേലേ തീമഴ താഴെ ചെങ്കനൽ മീനക്കൊടുമ്പയിൽ കത്തുമ്പോൾ, താടകളാട്ടി തളരാതെ തല താഴ്ത്തി വലിക്കുമുരുവൊപ്പം, കോമനുഴുതു മറിച്ചു പാടം കോമൻ വിതച്ചു പൊന്നാര്യൻ. എന്തൊരു മനോഹരമായ കോൺട്രാസ്റ്റ് ആണെന്നറിയാമോ? ഒരു വശത്ത് ഒരു കർഷകന്റെ അധ്വാനം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു, ഇപ്പുറത്ത് അവനെ ചൂഷണം ചെയ്യാൻ തരുന്ന ജന്മിത്വത്തിന്റെ സ്വഭാവം ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് കർഷകന്റെ അധ്വാനം? ഇടശ്ശേരി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു. പാടത്തിക്കൊല്ലത്തെ പുല്ലേറ്റം കൊണ്ട് പാടെത്ര പെട്ടു കൃഷിക്കാരൻ, വിത്തിനു വെച്ചതും തീർന്നേ പോയി തൻ്റെ കൊറ്റിനു വെച്ചതും തീർന്നേ പോയി, കാലായ പണിയോരാതോരര കാലിയ വിറ്റതും തീർന്നേ പോയി, ആരോമൽ ചേക വരംഗം പിടിച്ചിട്ട് മരമുഴം നീങ്ങിയില പുൽച്ചേരി, കനിയത്തരിവള കൊഞ്ചിക്കുഴഞ്ഞിട്ടു മരമുഴം നീങ്ങിയില പുൽച്ചേരി, ചെക്കന് പീസ് കൊടുത്തീല കോമൻ പക്കക്കുറിക്കു നികത്തീല, പുതുമഴ പിന്നിയ പനിപ്പെട്ട കുട്ടിക്കൊരരിയാറും വാങ്ങിക്കൊടുത്തീല, ആടിപ്പിറവിക്ക് മുമ്പണി മൈലാഞ്ചിപ്പാട് പതിഞ്ഞൊരു കൈ നോക്കി, കളവറിക്കാരി കരഞ്ഞേ പോയി ഒരു കാലപ്പിഴയുടെ കൂത്താട്ടം. ഈ കാലപ്പിഴയുടെ കൂത്താട്ടത്തിൻ്റെ കാലത്തായിരുന്നു കോമനൊറ്റയ്ക്കുഴുത് അവിടെ പൊന്നു വിളയിച്ചത്. പക്ഷേ ആ പാടം കൊയ്തത് കോമനായിരുന്നില്ല. ഇടശ്ശേരി തുടർന്ന് പറയുന്നു, ആരേ കൊയ്ത് മെതിച്ചത് ഈ ആണ്ടിൽ കോമൻ വിളയിച്ച പൊന്നാര്യൻ, കോമനുമല്ല പണിക്കാരും ഒരു കോടതിയാമീനും ആൾക്കാരും. അന്ന് വിളജപ്തി എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. വിളവുണ്ടായ സമയത്ത് കോടതിയാമീൻ്റെ സഹായത്തോടു കൂടിയിട്ട് ജന്മി വരികയാണ് അത് കൊയ്ത് കൊണ്ടുപോകാനായിട്ട്. കോമൻ നിന്ന് കലി തുള്ളുന്നു കുറ്റിക്കിട്ട ഗജം പോലെ, കുറ്റിക്കിട്ട ആനയെപ്പോലെ അവൻ നിന്ന് കലി തുള്ളുകയാണ്. അവിടെ നിന്നാണ് അവൻ ആ രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തുന്നത്, അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാകട്ട പൊന്നാര്യനെന്ന്. ഇങ്ങനത്തെ എണ്ണമറ്റ സമരങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ കർഷകൻ നേടിയെടുത്ത ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ അതിക്രൂരമായി ഹനിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ നെറികേടുകൾക്കെതിരെയാണ് ദില്ലിയിൽ അവർ തെരുവിലിരിക്കുന്നത്. അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖത്തോക്കി പറഞ്ഞല്ലോ, തന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്. ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർ ഒരു പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയണത് തന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്, ഞങ്ങൾ പറയുന്നത് മുഴുവൻ അംഗീകരിച്ചാലല്ലാതെ ഞങ്ങളിവിടെ നിന്ന് പുറകോട്ട് പോകില്ല എന്ന്. പക്ഷെ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ആരെയും കുറ്റം പറയുകയല്ല കേട്ടോ, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. നമ്മളവർക്ക് വേണ്ടി 2 ദിവസം തെരുവിലുണ്ടായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് ആ കർഷകന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും തെരുവിലിറങ്ങാനായിട്ട് നമ്മളിൽ കുറേ പേരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ ഈ സമരത്തിൻ്റെ ഗതി ഇതുപോലെ ആകുമായിരുന്നില്ല എന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. വി എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഞങ്ങളെന്നാണ്, 2 നമ്മളെന്നാണ്. നമ്മളൊക്കെ എന്നും പറഞ്ഞ് ശീലിച്ചത് നമ്മൾ ഇന്ത്യക്കാർ എന്നാണ്. കാരണം ഞങ്ങളെന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആരോ ഉണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. നമ്മളെന്ന് പറയുമ്പോൾ അതില്ല. ഒരു ദിവസം പെട്ടെന്നെടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്തായിരുന്നില്ല ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഇങ്ങനെ തുടങ്ങണമെന്ന് തീരുമാനിച്ചത്. ആഴ്ചകളോളം നടന്ന കൂലങ്കഷമായ ചർച്ചകൾ. അതിനകത്ത് RV കമ്മത്ത് എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാണ് തുടങ്ങേണ്ടത്. കാരണം ഒരുപാട് രാജ്യങ്ങളിലെ ഭരണഘടനകൾ അങ്ങനെയാണ്. പാകിസ്ഥാനിലെ ഭരണഘടന തുടങ്ങുന്നത് ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണമെന്ന് RV കമ്മത്ത് പറയുന്നു. ഇപ്പുറത്ത് മറ്റൊരാൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു ഗോഡ് എന്നല്ല, ഗോഡസ്, ദേവത എന്ന് വേണം. കാരണം ഭാരത മാതാവ് എന്ന് പറയുന്നതാണ് സങ്കല്പം. മൂന്നാമതൊരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, ആ ദേവതയുടെ വിശേഷണങ്ങൾ കൂടെ ചേർക്കണമെന്ന്. അങ്ങനെ ആഴ്ചകളോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷം 99-ലധികം ശതമാനം ആളുകൾ മതവിശ്വാസികളായി രാജ്യത്ത് 1% ആളുകൾ അപ്പുറത്തുണ്ടല്ലോ. ആ 1% ആളുകളുടെ വിശ്വാസത്തെ ഹനിക്കരുത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്നത്. ഒരിക്കലും
ഭൂരിപക്ഷത്തിൻ്റെ തോന്നിയവാസത്തിന് ന്യൂനപക്ഷത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായ ഒരു രാജ്യമായിരുന്നില്ല കേട്ടോ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ മുസ്ലിമിന് ഹിന്ദുവിന് വിശ്വാസമാണെങ്കിൽ ഭരണം ജിന്നയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത്. ആ ഭരണഘടനയുടെ വാക്കുകളുണ്ടല്ലോ, ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന വാക്കുകൾ സോവറിൻ, ഡെമോക്രാറ്റിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ്, റിപ്പബ്ലിക്. ഈ പറയുന്ന ഓരോ വാക്കുകളും കടലെടുക്കപ്പെടുന്ന ഒരു കാലത്താണ്. നമ്മുടെ പരമാധികാരം എന്ന് പറയുന്ന സാധനം, നമ്മുടെ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് നമ്മൾ എന്ത് വില കൊടുക്കണമെന്ന് എവിടെയോ ഇരുന്ന് കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്ന ഒരു കാലം. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. മതേതരത്വം എന്ന് പറയുന്നൊരു സാധനം ഭരണഘടനയിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റപ്പെടുമ്പോൾ ഭരണഘടന തന്നെ നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മളൊരു റിപ്പബ്ലിക് അല്ല കേട്ടോ, നമ്മളൊരു നാഷണൽ സ്റ്റേറ്റ് ആയിട്ട് ദേശരാഷ്ട്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു കാലത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ജനാധിപത്യത്തിൻ്റെ സഹിഷ്ണുത എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത രാജ്യത്തിൻ്റെ പേരായിരുന്നു ഒരു കാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. 1947 ഓഗസ്റ്റ് 15 അധികാരത്തിൽ കയറിയ നെഹ്റു മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഒരു പ്രത്യേകത, അതിനകത്ത് 5 മതത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഒരു മതത്തിലും പെടാത്ത മനുഷ്യർ അതിനകത്തുണ്ടായിരുന്നു. 2, അതിലെല്ലാ ക്ലാസ്സിലും, ഞാൻ മാർക്സിൻ്റെ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ വർഗത്തിലും പെട്ട ആളുകളുണ്ടായിരുന്നു. അതിസമ്പന്നന്മാർ മുതൽ ആകെ 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്ന മനുഷ്യർ വരെയുള്ള ആളുകൾ. അതിലും വലിയൊരു പ്രത്യേകത ആ ഭരണകൂടത്തിലുണ്ടായിരുന്നു, ആ മന്ത്രിസഭയ്ക്കുണ്ടായിരുന്നു. കാരണം അതിലെല്ലാ മന്ത്രിമാരും കോൺഗ്രസ്സുകാരായിരുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ 3 പേര് കോൺഗ്രസിൻ്റെ ആജന്മ ശത്രുക്കളും ആജീവനാന്ത വിമർശകരുമായിരുന്നു. അതിലൊരാളെ നമുക്കറിയാം, നിയമപണ്ഡിതനായിരുന്ന അസ്പൃശ്യരുടെ നേതാവായിരുന്ന ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അത്. രണ്ടാമത്തെ ആള് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനകാര്യ മസ്തിഷ്കത്തിൻ്റെ ഉടമയായിരുന്ന, മദിരാശിക്കാരനായിരുന്ന, വ്യവസായ പ്രമുഖനായിരുന്ന RK ഷൺമുഖം ചെട്ടിയായിരുന്നു. മൂന്നാമത്തെ ആളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വരും. അത് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു. ഈ 3 പേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് നെഹ്റു തീരുമാനിച്ചത് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഗാന്ധി കൃത്യമായിട്ട് നെഹ്റുവിനോട് പറഞ്ഞിരുന്നു, സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്കാണ്, അല്ലാതെ കോൺഗ്രസിനല്ല. അതുകൊണ്ട് എവിടെയെല്ലാം നല്ല തലച്ചോറുകളുണ്ടോ ആ തലച്ചോറുകളെ മുഴുവൻ ഇന്ത്യയുടെ പുനർനിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് തീരുമാനമെടുത്തിരുന്നു അന്ന്. കാരണം ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ 1947 ഇട്ടിട്ട് പോയത് ഇവിടുത്തെ സമരങ്ങളുടെ ശക്തി കൊണ്ടൊന്നുമല്ല കേട്ടോ. ഇവിടെ നിന്ന് കക്കാവുന്നത് മുഴുവൻ കത്ത്, കൊള്ളയടിക്കാവുന്നത് മുഴുവൻ കൊള്ളയടിച്ച് നമ്മളെ ഊറ്റാവുന്നത് മുഴുവൻ ഊറ്റി തീർത്തു എന്നുള്ള ബോധ്യത്തിലാണ്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്കുള്ള ദേശീയ റെയിൽപാത ഉണ്ടല്ലോ, അതുണ്ടാക്കി നമ്മുടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നിലമ്പൂരിലെ തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ്. പണ്ട് മൂന്നാറിലേക്ക് ഇതുപോലെ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു, അവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ ഈ ഊറ്റലിൻ്റെ കഥയൊന്നും ശശി തരൂരിൻ്റെ ഒരു പുസ്തകത്തിൽ, ദ എറ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് മുഗളന്മാർ ഇവിടുത്തെ ഭരണം അവസാനിക്കുന്ന കാലത്ത് ലോകത്തിലെ സമ്പത്തിൻ്റെ 10% ഇന്ത്യക്ക് സ്വന്തമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് വിട്ടിട്ട് പോകുന്ന സമയത്ത് ലോകത്തിലെ സമ്പത്തിൻ്റെ 0.1%, 0.1% പോലും ഇന്ത്യക്ക് സ്വന്തമായിരുന്നില്ല എന്ന്. ഇത് ഒരു ചരിത്രവും നമ്മളെ പഠിപ്പിക്കില്ല കേട്ടോ. കാരണം ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കാതിരിക്കുന്നതിൻ്റെ പുറകിലുള്ളത് മധ്യകാല ഇന്ത്യയുടെ ചരിത്രം മതവെറിയുടെ ചരിത്രമായിരുന്നെന്നും നമ്മുടെ നാട് ആർഷഭാരത പൈതൃകത്തിൻ്റെ സമ്പന്നമായ ഒരു പുണ്യഭൂമിയായിരുന്നെന്നും അതിനെ ഇല്ലാതാക്കി തീർത്തത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളാണെന്നും മുഗൾ ആധിപത്യമാണ് എന്നും പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. നോക്കൂ, 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. മധ്യകാല ഇന്ത്യയുടെ ചരിത്രം മതവെറിയുടെ ചരിത്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരെടുത്ത് ഉപയോഗിക്കുന്ന പേര് ഔറംഗസീബിൻ്റേതാണ്. ഔറംഗസീബിൻ്റെ സഹോദരനായിരുന്ന ദാരാ ഷിക്കോ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഒരു ചരിത്ര പുസ്തകവും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ദാരാ ഷിക്കോ എന്ന് പറയുന്ന മനുഷ്യനില്ലായിരുന്നെങ്കിൽ ആർഷഭാരത പൈതൃകത്തിൻ്റെ ഉത്തുംഗ പ്രതീകമെന്ന് ഇവരൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഉപനിഷത്തുണ്ടല്ലോ, ഈ ഉപനിഷത്തുകളെക്കുറിച്ച് ലോകമറിയുമായിരുന്നില്ല. ഔറംഗസീബിൻ്റെ സഹോദരനായിരുന്നു ദാരാ ഷിക്കോ. ഷാജഹാൻ്റെ മക്കളായിട്ടുള്ള ഷൂജയും മുറാദും ഔറംഗസീബും ഒക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും കുത്തുകയും ചെയ്യുന്ന കാലത്ത് ദാരാ ഷിക്കോ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളും മറ്റ് മതസ്ഥരും ഏകോദര സഹോദരന്മാരാണെന്ന സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു.
സഹോദരൻ്റെ കൈകൾ കൊണ്ട് തുറങ്കിലടയ്ക്കപ്പെടുകയായിരുന്നു ദാരാഷിക്കോവ്. തുറങ്കിലാണെങ്കിലും രാജകുമാരന് കിട്ടുന്ന ചില പ്രിവിലേജുകളുണ്ടല്ലോ, ആ പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബനാറസിൽ നിന്ന് സംസ്കൃത പണ്ഡിതന്മാരെ വരുത്തി ഉപനിഷത്തുകൾ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉപനിഷത്തുകൾ മറ്റു പലരുടെയും സഹായത്തോടു കൂടിയിട്ടാണെങ്കിലും ആ ഉപനിഷത്തുകൾ 50ഓളം ഉപനിഷത്തുകൾ അദ്ദേഹം പേഴ്സ്യനിലേക്ക് വിവർത്തനം ചെയ്തു. അതിനു മുമ്പ് ഇവന്മാർക്ക് ഈ പറച്ചിലേ ഉള്ളൂ കേട്ടോ. വേദം, ഉപനിഷത്ത്, രാമായണം, മഹാഭാരതം, ഗീത എന്നൊക്കെ പറച്ചിലേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഒരു 5 പൈസ ഈ സാധനം വായിച്ചു നോക്കിയിട്ട് പറയാൻ ആരോടെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ. ഒരു തർക്കമില്ലാത്ത കാര്യം. അങ്ങനത്തെ ആൾക്കാരാണ്. അതിനു മുമ്പ് ഉപനിഷത്തിനെ കുറിച്ച് ആകെ ഇന്ത്യയിൽ പഠിച്ചത് 4 ആളുകളായിരുന്നു. ഒന്ന് ശങ്കരനുണ്ടായിരുന്നു, രാമാനുജനുണ്ടായിരുന്നു, മാധവനുണ്ടായിരുന്നു, സായണനുണ്ടായിരുന്നു. സായണന് 3 നൂറ്റാണ്ടിനിപ്പുറത്താണ് ദാരാഷിക്കോവിൻ്റെ വരവ്. 150 കൊല്ലം ആ വിവർത്തനം അങ്ങനെ കിടന്നു. അതിനുശേഷമാണ് ആൻക്വിറ്റിൽ ദൂ പറോൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ കത്തോലിക്ക പാതിരി ഇത് ലത്തീനിലേക്ക് മൊഴിമാറ്റം നടത്തുന്നത്. പിന്നീട് അവിടെ നടന്നത് വിവർത്തനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. അങ്ങനെയാണ് ഷോപ്പനോവറിലൂടെ, മാക്സ് മുള്ളറിലൂടെ, പോൾ ഡ്യൂസനിലൂടെ ഉപനിഷത്തുകളെക്കുറിച്ചുള്ള കഥ ലോകം മുഴുവൻ അറിയുന്നത്. ആർഷഭാരത പൈതൃകത്തിൻ്റെ പ്രതീകമെന്ന് ഇവർ കൊട്ടിഘോഷിക്കുന്ന ഉപനിഷത്തുകളുടെ അതിജീവനത്തിൻ്റെ പാതയിൽ ഒരു മുസ്ലിം രാജകുമാരൻ്റെ രക്തവും ഒരു ലത്തീൻ കത്തോലിക്ക പാതിയുടെ കണ്ണുനീരുമുണ്ടെന്നുള്ള കഥയുണ്ടല്ലോ. അത് ലോകത്തിൻ്റെ സാംസ്കാരിക ചരിത്രങ്ങളുടെ മേളനങ്ങളിൽ നമ്മൾ എഴുതി വയ്ക്കപ്പെടേണ്ട, കനകലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രം നമ്മളെ ആരും പഠിപ്പിക്കില്ല കേട്ടോ. കാരണം ആ ചരിത്രം പഠിപ്പിച്ചാലുള്ള കുഴപ്പമെന്നറിയോ? ബാബറി മസ്ജിദ് പൊളിക്കാൻ തോന്നില്ല എന്നേ. 1. 2, ഈ മുഗളന്മാരിവിടെ അധിവസിക്കുന്ന കാലത്താണ് ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം ശക്തിപ്പെടുന്നത്. അന്നാണ് ഈ ഹിന്ദുമതത്തിനകത്ത് തന്നെ, ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മതമൊന്നുമില്ല കേട്ടോ. നേരത്തെ മുരുകൻ കാട്ടാക്കട പറഞ്ഞത് അങ്ങനെ ഹിന്ദു എന്ന് പറയുന്നൊരു വാക്ക് തന്നെ ഇല്ലെന്ന് സംസ്കൃതത്തിൽ. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സാധനം ഹിന്ദുവിൻ്റെ സ്ഥാനം എന്നാണെന്നാണല്ലോ. ഹിന്ദു എന്ന് പറയുന്നത് പ്രാഗ് ഹില്ലനിസ്റ്റിക് ഇറാനിയനാണെന്ന്. പദാതിയിൽ സാ വന്നാൽ സാന്ന് ഉപയോഗിക്കാത്ത ആളുകൾ ഹാന്ന് പറഞ്ഞ് സിന്ധു എന്ന് പറയുന്ന വാക്കിനെയാണ് അവർ ഹിന്ദു എന്ന് ഉച്ചരിച്ചത്. സ്ഥാൻ എന്ന് പറയുന്നത് ഖബറിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്ഥലനാമം അടയാളപ്പെടുത്താനുള്ള ഒരു പേരാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ അന്നത്തെ ബ്രാഹ്മണ മതം ഇവിടുത്തെ മുസ്ലിങ്ങളിൽ നിന്ന്, ഇസ്ലാം മതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കടം കൊണ്ടിട്ടുണ്ടെന്ന് അത് തിരിച്ചുകൊണ്ട് കേട്ടോ. നമുക്ക് സൂഫി പാരമ്പര്യം, നമ്മൾ ഈ തീവ്ര ഹിന്ദു വർഗീയ ഫാസിസത്തെ എതിർക്കുന്ന, വിമർശിക്കുന്ന അതേ മൂർച്ചയോടുകൂടിയിട്ട് തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും വിമർശിക്കണം കേട്ടോ. കാരണം സൂഫി പാരമ്പര്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു പ്രകരണത്തിൽ പറയുന്നത് ഗർഭിണികളായ സ്ത്രീകളോട് അവർക്ക് പാടിക്കൊടുക്കുന്ന ചില താരാട്ടുപാട്ടുകളുണ്ട്. ആ താരാട്ടുപാട്ടുകളിൽ ഈ വയറിനകത്ത് കിടക്കുന്ന കുട്ടിയെ ശ്രീകൃഷ്ണനോടാണ് ഉപമിക്കുന്നത്. എന്ത് മനോഹരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നടന്നൊരു സംവിധാനമായിരുന്നു നമുക്ക്. പക്ഷേ ഈ ഒരു സംവിധാനം അല്ല ഇവിടെ ഉണ്ടായിരുന്നെന്ന്, ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് മതവെറിയുടെ ചരിത്രമായിരുന്നുവെന്ന് നമ്മളെ പഠിപ്പിച്ചത് സാമ്രാജ്യത്വമായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു. അതിനെ ഏറ്റുപാടുന്നത് നമ്മുടെ നാട്ടിലെ വലതുപക്ഷ ഭരണകൂടങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ബ്രിട്ടീഷുകാർ ഇട്ടുപോയൊരു രാജ്യത്തിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഇതുപോലെയുള്ള എവിടെയെല്ലാം നല്ല തലച്ചോറുകൾ കിട്ടാനുണ്ടോ അതെല്ലാം നമ്മളെടുത്ത് ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ച സഹിഷ്ണുത എന്താണെന്ന്, ജനാധിപത്യത്തിൻ്റെ സഹിഷ്ണുത എന്താണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിനകത്തെ കാലത്തും ഫാസിസത്തിൻ്റെ ചിഹ്നങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫാസിസം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സവർണ ഹിന്ദു ഫാസിസമാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ അത് 1947 തുടങ്ങുന്നതല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ രാജ്യദ്രോഹി എന്ന് കറകളഞ്ഞ് വിശേഷിപ്പിക്കാൻ ആരെങ്കിലും പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഭരിക്കുന്ന മനുഷ്യരെയാണെന്ന്, അവരുടെ പൂർവികന്മാരെയാണെന്ന്. വടക്ക് പടിഞ്ഞാറിന് ഇന്ത്യയുടെ അതിർത്തി എല്ലാ കാലത്തും നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണ മതത്തിന് സ്വന്തമായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ, അവർക്കിഷ്ടമല്ലാത്ത ആളുകളെ ക്രൂരമായിട്ട് കൊന്നൊടുക്കാൻ, അതിനു വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളെ വാടകയ്ക്ക് കൂലിക്ക് കൊണ്ടുവരാൻ വരെ അവർ തയ്യാറായതിൻ്റെ ചരിത്രമാണ് ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത്.
വേണരാജാവിനെ ദണ്ഡനീതി അനുസരിക്കാത്തതിൻ്റെ പേരിൽ വേണരാജാവിനെ കൊന്നതിൻ്റെ കഥ മഹാഭാരതം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കനിഷ്കൻ ഇവർ വിളിച്ചുകൊണ്ട് വന്നതായിരുന്നു. കനിഷ്കൻ ബുദ്ധമതനുയായിയായിട്ട് മാറിയെന്നറിഞ്ഞപ്പോൾ കനിഷ്കനെ ഇവർ ചതിയിൽപ്പെടുത്തി കൊലപ്പെടുത്തുകയുണ്ടായിരുന്നത്. കാശ്മീരിലെ രാജാവായിരുന്നു ജയവീരൻ എന്ന് പറയുന്ന മനുഷ്യൻ. ജയവീരനെ കുറിച്ചുള്ള കഥ എന്താണെന്നറിയോ? ജയവീരൻ ബ്രാഹ്മണ ശാപം കൊണ്ട് മരിച്ചു എന്നാണ്. ബ്രാഹ്മണ ശാപം കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം എന്താണെന്നറിയോ? ബ്രാഹ്മണന്മാർ കൊന്നു എന്നാണ്. അങ്ങനെ എല്ലാ കാലത്തും ഭരണത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്, തങ്ങളുടെ നീതികളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കുന്ന രാജ്യദ്രോഹികൾ എന്ന് പറയുന്നൊരു വിഭാഗം ഇവരായിരുന്നു. അതിൻ്റെ പിന്തുടർച്ച 1947 മുതൽ നമ്മൾ കാണുന്നുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് തീരുമാനിച്ചത് ഇന്ത്യക്കാരായിരുന്നില്ല, അത് ബ്രിട്ടനായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നത് ജനുവരി 26 കിട്ടിയാൽ മതി എന്നായിരുന്നു. കാരണം 1930 മുതൽ നമ്മുടെ നാട്ടിലെ ആളുകൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചു വന്നത് ജനുവരി 26 ആയിരുന്നു. 1929 ലാഹോർ കോൺഗ്രസ്സിലായിരുന്നു നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ജനുവരി 26 മതി എന്നായിരുന്നു നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭൂരിപക്ഷത്തിൻ്റെയും ആഗ്രഹമെന്ന് പറയുന്നത്. പക്ഷേ ഓഗസ്റ്റ് 15 എന്ന് തീരുമാനിക്കുന്നത്, അതിൻ്റെ പുറകിൽ ബ്രിട്ടന് കൃത്യമായൊരു താല്പര്യമുണ്ടായിരുന്നു. തീരുമാനിച്ചത് ലൂയി മൗണ്ട് ബാറ്റൺ ആയിരുന്നു. ലൂയി മൗണ്ട് ബാറ്റൺ എന്ന് പറയുന്ന മനുഷ്യൻ വിക്ടോറിയ രാജ്ഞിയുടെ പ്രപൗത്രനായിരുന്നു. അത് തീരുമാനിച്ചതിൻ്റെ കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സഖ്യകക്ഷികളോട് അടിയറവ് പറഞ്ഞ ദിവസമായിരുന്നു ഓഗസ്റ്റ് 15 എന്നുള്ളതാണ്. അങ്ങനെയാണ് അടിമുടി സാമ്രാജ്യത്വ വിരുദ്ധമായ ആൻറ്റി ഇമ്പീരിയൽ ആയിട്ടുള്ള ഒരു സമരത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ വിജയത്തിൻ്റെ വാർഷികത്തിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ഐറണിക്ക് നമ്മുടെ ചരിത്രം സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ എന്തുണ്ടായെന്നറിയോ നിങ്ങൾക്ക്? അങ്ങനെ തീരുമാനിച്ചപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏഴയലത്ത് പോലും നിൽക്കാത്ത കുറേ ആളുകൾ ദില്ലിക്ക് വെച്ച് പിടിച്ചു. ഞാൻ ഒരുപാടടുത്ത് പ്രസംഗിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തെരുവുകളെല്ലാം ആളിക്കത്തുകയും അമർന്നു കത്തുകയും ചെയ്ത കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജാഥ വഴിയിലൂടെ പോകുമ്പോൾ വേലിക്കരികിൽ നിന്നിട്ട് മൂത്രമൊഴിക്കുന്നതിനിടയിൽ നീർക്കോലി കടിച്ച് ചത്ത ഒരുത്തൻ പോലും സ്വന്തം കുലത്തിലില്ലാത്ത മനുഷ്യരാണ് കേട്ടോ. അവരാണ് ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് നമ്മളെ രാജ്യസ്നേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുലത്തിൽപ്പെട്ട ആളുകൾ ദില്ലിക്ക് വെച്ച് പിടിച്ചു. അവർ അടിമുടി RSS വിരുദ്ധനായിരുന്ന, ഒരുപക്ഷെ ഗാന്ധിയേക്കാൾ കൂടുതൽ RSS വിരുദ്ധനായിരുന്ന നെഹ്റുവിനെ അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. അവർ കൃത്യമായിട്ട് നെഹ്റുവിനോട് പറഞ്ഞു പഠിപ്പിച്ചു. കാരണം ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ രാശി മാറുകയാണ്. നമ്മൾ മനുഷ്യരുടെ രാശിയൊക്കെ മാറുന്നത്, മറ്റേ കവടി നിർത്തി ഇങ്ങനെ ആൾക്കാർ പറയുമല്ലോ, മനുഷ്യരുടെ രാശിയൊക്കെ മാറുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിന് രാശിയുണ്ടെന്ന് അന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലായത്. ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് രാശി മാറുകയാണ്. അതുകൊണ്ട് 15 സ്വാതന്ത്ര്യം കൊടുത്താൽ ഇന്ത്യ കുട്ടിച്ചോറായിട്ട് മാറും. അങ്ങനെയാണ് 14 അർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കലാപരിപാടിക്ക് ദില്ലി സാക്ഷ്യം വഹിക്കുന്നത്. അവിടുന്ന് തൊട്ട് ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായിട്ട് ഇവരുടെ ഇടപെടലുകൾ നമ്മൾ കാണുന്നുണ്ട്. 1948 ജനുവരി 30 ആയിരുന്നു ഗാന്ധിജിയെ ഇവർ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഗാന്ധി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു എന്നുള്ള വേറൊരു കഥയുണ്ട് ഇപ്പോൾ നാട്ടിൽ, അറിയില്ല. അതിൻ്റെ ഗാന്ധിയുടെ വധത്തിൻ്റെ വിചാരണ നടക്കുകയാണ് ലക്നൗ കോടതിയിൽ. ആ വിചാരണ കോടതിയിൽ നിന്ന് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മനുഷ്യൻ 5.5 മണിക്കൂറാണ് ഗാന്ധിയെ എന്തിനാണ് കൊന്നതെന്ന് ന്യായീകരിച്ചുകൊണ്ട്, ഇനിയും ഒരവസരം കിട്ടിയാൽ വീണ്ടും കൊല ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിച്ചത്. നിങ്ങൾക്കറിയാമോ, ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകന് 5 മിനിറ്റ് സമയം അനുവദിക്കാത്ത കോടതികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ കോടതികളാണ് 5.5 മണിക്കൂർ ഗോഡ്സെയുടെ പ്രഭാഷണം കേട്ടിരുന്നത്. എന്നിട്ട് അതിനിടയിൽ അദ്ദേഹത്തിന് തളർച്ച തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കാപ്പി കൊണ്ടുവന്ന് കൊടുത്തത് ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ അന്നത്തെ RSSൻ്റെ നേതാക്കന്മാർക്ക് കത്തെഴുതുന്നുണ്ട്. 1949 നവംബർ 22 ആയിരുന്നു ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. നമ്മൾ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ കുനിയേണ്ട തലകളിലൊന്നും മലയാളിയുടെയും കൂടിയാണ് കേട്ടോ. കാരണം ആ രാമവിഗ്രഹം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച 3 പേരിൽ ഒരാൾ മലയാളിയായ ഫാസിയാബാദിലെ കളക്ടറായിരുന്ന KK നായർ എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായിരുന്നു. ഈ സാധനം അവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഗൂഢാലോചന നടത്തിയ മനുഷ്യൻ. അതിൻ്റെ പേരിൽ അയാൾക്ക് ഒരുപാട് ഭൂമി അവിടെ സമ്പാദിക്കാൻ കഴിഞ്ഞു കേട്ടോ.
അന്ന് ഈ വിവരമറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അവിടെ ആൾക്കാർ കൂട്ടം കൂടി ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കുന്നത് വരെ ഈ വിവരം ആരെയും അറിയിക്കാതിരിക്കുകയും അറിയിച്ചതിന് ശേഷം GB പന്ത് അന്നത്തെ മുഖ്യമന്ത്രി നെഹ്റുവിനെ വിളിച്ച് കാര്യം പറയുമ്പോൾ നെഹ്റു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? കൊണ്ടുപോയി തോട്ടിക്കളയാനാ, സരയൂ നദിയിൽ ഒഴുക്കാനാ പറഞ്ഞത്. ചെയ്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കിനെ ധിക്കരിക്കാനായിട്ട് ഒരു ജില്ലാ കളക്ടർക്ക് എങ്ങനെയാണ് ഒരു ധൈര്യം ഉണ്ടാവുക എന്ന്? ഇന്ത്യയിൽ എല്ലാ കാലത്തും ഒരു അദൃശ്യ ഭരണകൂടം ഉണ്ടായിരുന്നു. അത് സവർണ ഹിന്ദു ഫാസിസത്തിൻ്റെതായിരുന്നു. അതിപ്പം മറനീക്കി പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1950 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് പുരുഷോത്തം ദാസ് ഠണ്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പട്ടേലിൻ്റെ നോമിനിയായിരുന്നു അദ്ദേഹം. നെഹ്റുവിൻ്റെ നോമിനി ആചാര്യ കൃപലാനിയായിരുന്നു. ഈ പുരുഷോത്തം ദാസ് ഠണ്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു തീവ്ര ഹിന്ദു വർഗീയവാദിയും തനി ആൻറ്റി മുസ്ലിമുമായിരുന്നു. നെഹ്റു പൊട്ടിത്തെറിച്ചുകൊണ്ട് നെഹ്റു പരസ്യമായിട്ട് പത്രത്തിൽ പ്രസ്താവന നടത്തി. ഒരു സവർണ ഹിന്ദു വർഗീയവാദിയായ ഒരു മുസ്ലിം വിരുദ്ധനായ ഒരു മനുഷ്യനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നാണ് നെഹ്റു ചോദിച്ചത്. അവസാനം അയാൾക്ക് രാജിവെക്കേണ്ടി വന്നു. 1966, ഞാനിങ്ങനെ ലിസ്റ്റ് വല്ലാതെ നീട്ടുന്നില്ല, 1966 ഇന്ത്യ കണ്ട ആദ്യത്തെ പാർലമെന്റ് ആക്രമണം നടക്കുന്നത്. ലക്ഷക്കണക്കിന് നഗ്നസന്യാസിമാർ ഗോധനിരോധനം നടപ്പിലാക്കണം എന്ന ബില്ല് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുകയായിരുന്നു ആയുധധാരികളായിട്ട്. നഗ്നസന്യാസി എന്ന് പറയുന്ന ഒരു തെറ്റൊന്നുമില്ല കേട്ടോ, അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അന്ന് അവരവിടെ ചെയ്തത് ദില്ലിയിലെ ഓൾ ഇന്ത്യ റേഡിയോയുടെ സ്റ്റേഷൻ അവരടിച്ച് തകർത്തു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന കാമരാജ് നാടാർ എന്ന് പറയുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. അതിനകത്ത് ഒത്താശ ചെയ്തു കൊടുത്തത് അന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭരണകൂടത്തിനകത്തുള്ള മന്ത്രിമാർ വരെ ഉണ്ടായിരുന്നാണ് ചരിത്രം. അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദയെ ഇന്ദിരാഗാന്ധി വിളിച്ച് പുളിച്ച തെറി പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ. 1984 നടന്ന സിഖ് വിരുദ്ധ കലാപം. നമ്മുടെ നാട്ടിലെ സിഖുകാരെല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചുറപ്പിച്ച് 2 ആളെ ഇന്ദിരാഗാന്ധിയെ കൊല്ലാനായിട്ട് വിട്ടതൊന്നുമല്ല കേട്ടോ. അതിനകത്ത് കൃത്യമായി നടന്ന ഗൂഢാലോചനകളുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് മെൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിനകത്തുണ്ടായിരുന്ന ആളുകൾ DC ബുക്സ് അതിൻ്റെ മലയാളം തർജ്ജമ ഇറക്കിയിരുന്നു, സഞ്ജയ് മുതൽ രുക്സാന വരെ എന്ന് പറയുന്നു. അതിനകത്ത് ഈ കിച്ചൺ ക്യാബിനറ്റിലുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് എന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ അന്ന് പുറത്തു വന്നിരുന്നു. പക്ഷെ അന്വേഷണം നടന്നില്ല. പക്ഷെ അതിന് തുടർന്ന് നടന്ന സിഖ് വിരുദ്ധ കലാപം നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണെന്നാണ്. അതിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് മാത്രമായിരുന്നില്ല കേട്ടോ. നാനാജി ദേശ്മുഖിനെ പോലെയുള്ള RSSന്റെ സൈദ്ധാന്തികന്മാർ എഴുതിയ ലേഖനങ്ങൾ എങ്ങനെയാണ് അതിനകത്തൊരു ഇൻസ്ട്രുമെന്റൽ ടൂളായിട്ട് മാറിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 1992 ബാബറി മസ്ജിദ് പൊളിക്കുന്ന സംഭവം ഒരുപക്ഷെ ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ ഏറ്റവും വലിയ മുറിപ്പാടുകളിൽ ഒന്നാണത്. ബാബറി മസ്ജിദ് തകർക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നാണ് ഇവന്മാരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനം ഒന്നുമല്ല കേട്ടോ. രാമാനന്ദ സാറിൻ്റെ രാമായണം എന്ന് പറഞ്ഞ സീരിയൽ എന്തിനുണ്ടായെന്നറിയോ? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനിയെങ്കിലും രാമാനന്ദ സാറിൻ്റെ രാമായണം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടാക്കിയത് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കത് മനസ്സിലായില്ല. 1980 മുതൽ തുടങ്ങിയൊരു സംഗതിയാണത്. ഇപ്പം നമുക്കൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആചാരങ്ങൾ നമ്മളിങ്ങനെ പുറകോട്ട് നടക്കുന്നൊരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണമെന്ന് തീരുമാനിച്ചതാരാന്നറിയോ? അത് NSSും RSSും കൂടിയിട്ടാണ്. 1980 എറണാകുളത്ത് നടന്ന സമ്മേളനത്തിലാണ്. നമ്മളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പുണ്യപുരാതന കാലം മുതലേ നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചിരുന്നു എന്നാണ്. ഇവിടെ കഞ്ഞി കുടിക്കാൻ പോയില്ലാട്ട് കിടന്ന മനുഷ്യനല്ലേ രാമായണം വായിക്കാൻ പോകുന്നത്. എൻ്റെ നാട്ടിൽ 4 അമ്പല ദർശനം എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. ഇരിങ്ങാലക്കുടയിലും മറ്റേ കൂടൽമാണിക്യം മുതലുള്ള 4 അമ്പലങ്ങളിൽ കർക്കിടക മാസത്തിൽ ടൂർ പോകുന്നൊരു ഏർപ്പാട്. അത് തീരുമാനിച്ചതാരാന്നറിയോ? അത് തീരുമാനിച്ചത് ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്ന കുറേ ടൂർ ഓപ്പറേറ്റർമാരാണ്. കർക്കിടക മാസത്തിൽ ഒരു പണിയില്ലാണ്ടിരിക്കുകയെന്ന്, കല്യാണമൊന്നുമില്ലല്ലോ, ഇവരാലോചിച്ചൊരു നല്ല പരിപാടിയാണല്ലോ, സാധനം കണ്ട് കൊളുത്തി. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
അനാദികാലം മുതൽ ഈ ആചാരം ഉണ്ടായിരുന്നു എന്നാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഈ പറയുന്ന അമ്പലങ്ങൾ. ഞങ്ങളുടെ ഒന്നും നല്ല കാലത്ത് അങ്ങനത്തെ ആചാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ എന്ത് ആചാരവും നടപ്പിലാവുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, രാമാനന്ദ സാഗറിൻ്റെ രാമായണം എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങുന്നതാണത്. 1984 ആദ്യത്തെ യാത്രയല്ല കേട്ടോ അദ്വാനി നടത്തിയത്. 1984 ഒറീസയിലെ സീതാമഠി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങിയ ജാനകി രാമയാത്ര എന്ന് പറഞ്ഞൊരു യാത്രയുണ്ട് അശോക് സിംഗാളിന്റെ നേതൃത്വത്തിൽ. ആ യാത്രയെ ഒറീസയിലുള്ള മനുഷ്യരെ നേരിട്ടത് കല്ലും കുപ്പിച്ചിലും ഹോക്കി സ്റ്റിക്കും കൊണ്ടായിരുന്നു. ഓടിച്ചു അവന്മാര്. പക്ഷെ ആ അജണ്ടയിൽ നിന്ന് അവർ പുറകോട്ട് പോയില്ല. 1990 വീണ്ടും നടന്ന യാത്രയുടെ ഭാഗമായിട്ട് ഇന്നാട്ടിലെ മുസ്ലിങ്ങളെ അതിക്രൂരമായിട്ടാണ് വേട്ടയാടിയത്, കൊല ചെയ്തത്. അങ്ങനെ അയോധ്യയിലേക്കുള്ള അദ്വാനിയുടെ യാത്ര എന്ന് പറയുന്നത് ഒരു രക്തയാത്രയായിട്ട് മാറി എന്നാണ് രാമചന്ദ്ര ഗുഹയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. 92 നടന്ന ഈ സംഭവം എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി അല്ല. എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു നാട്ടിൻ പുറത്താണ്. എൻ്റെ നാട്ടിൽ നിന്നടക്കം പൂജിച്ച കല്ലുകളുമായിട്ട് അവിടെ യാത്രയപ്പ് സമ്മേളനമൊക്കെ നടത്തി ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ എത്തിച്ചേർന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ സാധനം പൊളിച്ചിട്ടത്. ഞാൻ ലിസ്റ്റ് നീട്ടുന്നില്ല. 1990കളുടെ അവസാനം ഇവർ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് തിരിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും അയാളുടെ 2 പെൺമക്കളും പച്ചയ്ക്ക് ചുട്ടുകൊല്ലപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒറീസയിലെ കന്ധമാലിലെ വംശഹത്യ നടക്കുന്നത്. കന്ധമാലിലെ വംശഹത്യയ്ക്ക് ഇവർ പറയുന്ന ന്യായീകരണം അത് ലക്ഷ്മണാനന്ദയെ കൊന്നതിൻ്റെ പ്രതിഷേധമാണെന്നായിരുന്നു. ലക്ഷ്മണാനന്ദയെ വധിച്ചത് അന്നാട്ടിലെ ക്രിസ്ത്യാനികളായിരുന്നില്ല, അതവിടുത്തെ മാവോയിസ്റ്റുകളായിരുന്നു. അവർ കൃത്യമായിട്ട് ആ കുറ്റം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവരാക്രമിച്ചത് മാവോയിസ്റ്റുകളെ ആയിരുന്നില്ല. ഇവരാക്രമിച്ചത് ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള, ഒരുപക്ഷെ ക്രിസ്ത്യൻ മതത്തിൽ പോലും വിശ്വസിക്കാത്ത മനുഷ്യരെ ആയിരുന്നു. 2001 നടന്ന ഗുജറാത്തിലെ വംശഹത്യ എന്ന് പറയുന്നത് ഗോത്രയിൽ നടന്നത് ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതിന് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതിവിധിയല്ല അഹമ്മദാബാദിലുണ്ടായത്. ഞാൻ 2002 മുതൽ 5 കൊല്ലം ഗുജറാത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. 2002 മുതൽ 5 കൊല്ലം ഗുജറാത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ടറിയാം. അവിടെ കൃത്യമായിട്ട് 1.5 കൊല്ലം നടന്ന ഗവേഷണം ഉണ്ടെന്ന് അവിടെ. ഔട്ട്ലുക്ക് എന്ന് പറയുന്ന മാഗസിൻ പോലെയുള്ള ഒരുപാട് നാഷണൽ മാഗസിൻസ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന്. അഹമ്മദാബാദിലെ കടയുടെ പേര് കണ്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയില്ലെന്ന്. അൽ സിറാജ് എന്ന് പറഞ്ഞൊരു കടയുണ്ടാവും, അത് ഹിന്ദുവിൻ്റെ ആയിരിക്കും. ഇപ്പുറത്ത് മാതാജി എന്ന് പറഞ്ഞ കടയുണ്ടാവും, അത് മുസ്ലിമിൻ്റെ ആയിരിക്കും. പക്ഷേ മുസ്ലിങ്ങളുടെ കടകൾ മാത്രം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനായിട്ട് 1.5 കൊല്ലം കൊണ്ട് ഏതൊക്കെ മുസ്ലിമിനാണ്, ഏതൊക്കെ ബാങ്കിൽ എത്ര അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കണക്കെടുത്ത് വെച്ചിരുന്നു. അത്തരം മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ചായിരുന്നു ആക്രമണം എന്ന് പറയുന്നത്. ഗുജറാത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയുന്നത്? ഗുജറാത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പോളറൈസ്ഡ് ആയിട്ട് മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന്. അവിടെ മുസ്ലിങ്ങൾക്ക് വീട് കിട്ടില്ല എന്ന് പലയിടത്തും, മലയാളികൾക്കും കിട്ടില്ല കേട്ടോ. കാരണം മലയാളികൾ, നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെയാണ്, മലയാളികൾ ഈ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്കെപ്പോഴെങ്കിലും ഒന്ന് കടിച്ചു വലിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ജീവിക്കുന്ന കാലത്ത് ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ കുക്ക് ചെയ്യും. ബാക്കി ദിവസം മെസ്സിൽ നിന്നാണ് കഴിക്കും. ഞായറാഴ്ച വൈകുന്നേരം കുക്ക് ചെയ്യുമ്പോൾ റൂമിനകത്ത് മുഴുവനിട്ട് ചന്ദനത്തിരി ഇങ്ങനെ കൂട്ടത്തോടെ പുകയ്ക്കും. ഇതൊന്നും പോരാണ്ട് പുറത്ത് കോറിഡോറിലൂടെ ഒരാളിങ്ങനെ ചന്ദനത്തിരി ഇങ്ങനെ വീശിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. സന്ധ്യക്കാണ് ഈ കലാപരിപാടി നടക്കുന്നത്. അപ്പോൾ യുവന്മാരുടെ ധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ നടക്കുക എന്നാണ്. ഒന്ന് ചോദിക്കും, ഇന്ന് പൂജ ഉണ്ടല്ലേ? നിങ്ങൾ പറയുന്നുണ്ട് പൂജയുണ്ട്. പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കോഴിക്കറി ഉണ്ടാക്കുന്ന പരിപാടിക്കുണ്ടോ പൂജ എന്ന് പറയുന്നത്? അതുപോലെ മുസ്ലിങ്ങൾ ഒരു വശത്തും ഹിന്ദുക്കൾ മറുവശത്തുമായിട്ട് ഇങ്ങനെ പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു സമൂഹത്തിലേക്കാണ് അവർ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പണ്ട് കടമ്മനിട്ട് എഴുതിയൊരു കവിതയുണ്ട്. കവിതയുടെ പേര്, കടമ്മനിട്ട് അവസാന കാലത്ത് എഴുതിയൊരു കവിതയാണിത്. കവിതയുടെ പേര് ക്യാ എന്നാണ്. ക്യാ എന്നുള്ള ഹിന്ദി വാക്കിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. ക്യാ എന്നുള്ള ഹിന്ദി വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്ത് എന്നാണ്. പക്ഷേ ആ ക്യാ എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് ഒരു ഹിംസയ്ക്കുള്ള, കൂട്ടക്കൊലയ്ക്കുള്ള പ്രചോദനമായിട്ട് മാറുന്നതെന്ന് ആ കവിത അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. 2001 നടന്ന ഈ വംശഹത്യയ്ക്ക് ശേഷം കേരളത്തിൽ നിന്ന് പുകാസയുടെ ഒരു സംഘം അവിടെ ഗുജറാത്തിൽ ഈ പറയുന്ന ഇവരെ സന്ദർശിക്കാനായിട്ട് പോയി.
തിരിച്ച് ആ കൂട്ടത്തിൽ കടമ്മനിട്ടേണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്കുണ്ടായ ഒരു സംഭവമാണ് കടമ്മനിട്ട് എഴുതുന്നത്. ഗുജറാത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. താങ്കളുടെ ശുഭനാമം എന്താകുന്നു? അയാൾ ചോദിച്ചു. രാമകൃഷ്ണൻ. ഞാൻ പറഞ്ഞു. റാം കിഷൻ, റാം കിഷൻ, റാം റാം എന്ന് അഭിനന്ദിച്ചുകൊണ്ട് അയാൾ എന്നിലേക്ക് ഏറെ അടുത്തിരുന്നു. താങ്കൾ മാംസഭുക്കാണോ? അയാൾ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു. താങ്കളോ? ഞാൻ ചോദിച്ചു. ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യഭുക്കുകളാണ്. തെല്ല അഭിമാനത്തോടെ അയാൾ പറഞ്ഞു. നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണഗർഭിണിയുടെ വയറ് കീറി കുട്ടിയെ വെളിയിലെടുത്ത് തിന്നതോ തള്ളയെയും? ഞാൻ പെട്ടെന്ന് ചോദിച്ചുപോയി. ഒരു വികൃത ജന്തുവായി രൂപം മാറിയ അയാൾ കോമ്പല്ലുകൾ കാട്ടി പുരികത്തിൽ വില്ലുകുലച്ചുകൊണ്ട് എൻ്റെ നേരെ മുരണ്ടു. ക്യാ എന്നാണ് കവിത. 2001 നടന്ന ഗുജറാത്തിലെ വംശഹത്യ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2013 നടന്ന മുസാഫർ നഗറിലെ കലാപം. എല്ലാ കാലത്തും വളരെ കൃത്യമായി ഇന്ത്യയിൽ ഒരു അദൃശ്യ ഭരണകൂടം ഉണ്ടായിരുന്നു. ആ അദൃശ്യ ഭരണകൂടം എന്ന് പറയുന്നത് സവർണ ഹിന്ദു ഫാസിസത്തിൻ്റെതായിരുന്നു. 1992 ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് പൊളിച്ച കലാപരിപാടി ഒരു ക്രിമിനൽ ആക്ടാണെന്നാണ് നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി വിലയിരുത്തിയത്. അതൊരു ക്രിമിനൽ ആക്ട് മാത്രമായിരുന്നില്ല കേട്ടോ, അതൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോടായിരുന്നു. ആ ചോദ്യം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോടായിരുന്നു. ആ ചോദ്യം ഇതായിരുന്നു: ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് തോന്നിയതുപോലെ എന്തും ചെയ്യും. ആരുണ്ട് ഞങ്ങളെ തടയാൻ? ആരുണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ? 1948 ഗാന്ധിയെ കൊന്നപ്പോൾ അവർ ആ ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യം അവർ ഒരുപാട് തെരുവുകളിൽ ആവർത്തിച്ചു. ആ ചോദ്യമാണ് അവർ അഹമ്മദാബാദിൽ, ഗോധ്രയിൽ, മലേഗാവിൽ, ഉത്തർപ്രദേശിൻ്റെ ഒരുപാട് തെരുവുകളിൽ ആവർത്തിച്ചത്. അതേ ചോദ്യമാണ് അവർ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ, ഇവിടെ കർഷക ബില്ല് കൊണ്ടുവന്നപ്പോൾ, ഇവിടെ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതേ ചോദ്യമാണ് അവർ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. സവർണ ഹിന്ദു ഫാസിസത്തിൻ്റെ അഹന്തമുറ്റിയ ചോദ്യം എന്ന് പറയുന്നത്. നോക്കൂ, ക്ലാസിക്കൽ ഫാസിസവും സവർണ ഹിന്ദു ഫാസിസവും തമ്മിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നറിയാമോ? ക്ലാസിക്കൽ ഫാസിസം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഫാസിസം. അതിൻ്റെ പരമാവധി ആയുസ് 25 കൊല്ലമായിരുന്നു. പക്ഷേ സവർണ ഹിന്ദു ഫാസിസത്തിൻ്റെ ആയുസ് അത്രയല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജനിതകത്തെ പോലും സ്വാധീനിച്ചൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മനുസ്മൃതി എന്നാണ്. നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കോളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിത രീതികൾ, അതിൽ പലതും കൃത്യമായി മനുസ്മൃതിയിൽ എഴുതി വെച്ചതാണ്. നമുക്കത് മനസ്സിലാവുന്നില്ല. കാരണം നമ്മുടെ ശീലങ്ങളുടെ, ആചാരങ്ങളുടെ ഭാഗമായി മാറിപ്പോയതാണ്. നമ്മളാരും കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ് വായിച്ച് പഠിച്ചിട്ടൊന്നുമല്ലോ, അതുപോലെ മനുസ്മൃതി വായിച്ച് പഠിച്ചിട്ടല്ല. പക്ഷെ കൃത്യമായി മനുസ്മൃതിയുടെ ജനിതകം പേറുന്ന മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ സവർണ ഹിന്ദു ഫാസിസം എന്ന് പറയുന്ന ഒരു സാധനം വളരെ പെട്ടെന്നൊന്നും ഇന്ത്യയിൽ നിന്നങ്ങ് തുടച്ചു മാറ്റപ്പെടുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാൾ അംബേദ്കറായിരുന്നു. ഇന്ത്യൻ മണ്ണ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായ സങ്കല്പങ്ങൾ പങ്കുവച്ച ഒരാളാണ് അംബേദ്കർ. അംബേദ്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നത്, ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് ഇങ്ങോട്ട് വരുന്നു നമ്മൾ കരുതണ്ട. അത് നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യണം, പരിപോഷിപ്പിക്കണം. കാരണം ഇന്ത്യൻ മണ്ണ് അടിസ്ഥാനപരമായി, സത്താപരമായി ജനാധിപത്യ വിരുദ്ധമാണ്. അതിൻ്റെ കാരണം കൃത്യമായിട്ട് നമുക്ക് ജനാധിപത്യം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ ഊന്നിയ ഒരു ചരിത്രമില്ല എന്നുള്ളതാണ്. ഗ്രീസിന് ആ ചരിത്രമുണ്ട്, ആഫ്രിക്കയുടെ ഗോത്രവർഗ്ഗങ്ങൾക്ക് ആ ചരിത്രമുണ്ട്, നമുക്ക് ആ ചരിത്രമില്ല. കാരണം എല്ലാ കാലത്തും ജനാധിപത്യത്തിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന അംബേദ്കറുടെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യത എന്നുള്ളതാണ്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ആ തുല്യത ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. അംബേദ്കർ അന്ന് മുന്നോട്ട് വെച്ചൊരു ആശങ്ക ഇതായിരുന്നു: ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കാലത്ത് കമ്മ്യൂണൽ മജോറിറ്റി പൊളിറ്റിക്കൽ മജോറിറ്റിയെ മറികടക്കുന്നൊരു സ്ഥിതി ഉണ്ടായാൽ, ഇപ്പം നടക്കുന്നത് പോലെ, അന്ന് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ അന്ത്യമാണെന്നാണ് അംബേദ്കർ പറഞ്ഞത്. നോക്കൂ, പൊളിറ്റിക്കൽ മജോറിറ്റി 5 കൊല്ലം കഴിഞ്ഞ് ഇലക്ഷനിൽ മാറാമെന്ന്, പക്ഷെ കമ്മ്യൂണൽ മജോറിറ്റിക്ക് മാറാൻ കഴിയില്ലെന്ന്. ആ കമ്മ്യൂണൽ മജോറിറ്റി അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മുന്തിയ 3 വർണ്ണങ്ങൾക്ക്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്ന് പറയുന്ന 3 വർണ്ണങ്ങൾക്ക് പാർലമെന്റിൽ കടന്നിരിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം നിജപ്പെടുത്തണമെന്ന്, വെട്ടിച്ചുരുക്കണമെന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു അംബേദ്കർ എന്ന് പറയുന്നത്. ഫാസിസത്തെക്കുറിച്ചുള്ള 2 മനോഹരങ്ങളായ നിർവചനങ്ങളുണ്ട്. ഒന്നൊരു രാഷ്ട്രീയ നിർവചനമാണ്,
അത് മുന്നോട്ട് വെച്ചത് ദിമിത്രോവ് ആയിരുന്നു. ദിമിത്രോവ് പറഞ്ഞത് അത് മുസോളിനി കൊണ്ട് ഡോക്ടർ ഓഫ് ഫാസിസം എന്ന് പറയുന്ന ലഘുലേഖയിൽ എഴുതിയൊരു സാധനം തന്നെയാണ്. അതായത് ഭരണകൂടവും കമ്പോളവും തമ്മിൽ കൈകോർക്കുന്ന, നഗ്നമായിട്ട് കൈകോർക്കുന്ന ഏർപ്പാടാണെന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, രാജ്യത്തെ വിറ്റു തുലയ്ക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇന്നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയല്ല, ഇന്നാട്ടിലെ തൊഴിലാളിക്ക് വേണ്ടിയല്ല, ഇന്നാട്ടിലെ കർഷകന് വേണ്ടിയല്ല ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പ്രഖ്യാപിക്കാൻ ഭരണകൂടം തയ്യാറാവുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. വിറ്റ് തുലയ്ക്കുമ്പോഴും സവർണ ഹിന്ദു ഫാസിസത്തിൻ്റെ അജണ്ട അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ എയർലൈൻസ് ടാറ്റയ്ക്ക് കൊടുക്കുന്നു, നമ്മുടെ റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നു. സ്വകാര്യവൽക്കരിക്കുന്നത് അദാനിക്കും അംബാനിക്കും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. അത് നടപ്പിലാവാൻ പോകുന്ന മറ്റൊരു കാര്യം ആ മേഖലയിൽ നിന്ന് സംവരണമില്ലാതായിത്തീരും എന്നുള്ളതാണ്. അംബാനിയുടെയും അദാനിയുടെയും കമ്പനിയിൽ സംവരണം നടക്കുമെന്ന്. അവിടെ നിന്ന് ഇന്നാട്ടിലെ ദളിതൻ, ഇന്നാട്ടിലെ ക്രിസ്ത്യാനി, ഇന്നാട്ടിലെ മുസ്ലിം അവനൊക്കെ തുടച്ചു മാറ്റപ്പെടും. നിങ്ങൾ വില്യം ലോഗന്റെ മലബാർ മാനുവൽ എന്ന് പറയുന്ന പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് 1800 മുതൽ 1900 വരെയുള്ള ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് നടത്തിയിരുന്നത് മുഴുവൻ സവർണ ഹിന്ദുക്കളായിരുന്നു. അവിടെ നിന്ന് മുസ്ലിം ഒഴിവാക്കപ്പെട്ടിരുന്നു, അവിടെ നിന്ന് ദളിതൻ ഒഴിവാക്കപ്പെട്ടിരുന്നു, അവിടെ നിന്ന് ക്രിസ്ത്യാനി ഒഴിവാക്കപ്പെട്ടിരുന്നു. വളരെ കൃത്യമായിട്ട് ആ ഒരു അജണ്ടയാണ് അവിടെ നടപ്പിലാക്കപ്പെടുന്നത്. ഇത് ദിമിത്രോവ് കൊടുത്ത നിർവചനമായിരുന്നു. രണ്ടാമത്തെ ഒരു നിർവചനം കൊടുത്തത് അന്തോണിയോ ഗ്രാംഷിയായിരുന്നു. അതാണ് ഫാസിസത്തിൻ്റെ ഏറ്റവും നല്ല സാംസ്കാരിക നിർവചനം എന്ന് പറയുന്നത്. ഗ്രാംഷി കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് പൊതുബോധമാണ്, കോമൺ സെൻസ്. ഗ്രാംഷി പറയുന്നത് നമ്മുടെ ജനതയുടെ പൊതുബോധം അത് നമ്മളല്ല കേട്ടോ തീരുമാനിക്കുന്നത്, അത് തീരുമാനിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടമാണെന്ന്. നമ്മൾ ഭരണകൂടത്തെക്കുറിച്ച് എന്ത് പറയണമെന്ന് അവർ തീരുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് അവർ നമ്മളെങ്കിൽ മാറ്റി ചിട്ടപ്പെടുത്തുകയാണെന്ന്. ഇപ്പോൾ നോട്ട് നിരോധനം കൊണ്ടുവന്നു. നോട്ട് നിരോധനത്തെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ രാജ്യദ്രോഹിയായി പോയൊരു മനുഷ്യനാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ അങ്ങനെ ഉണ്ടായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ നോട്ട് നിരോധനത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയത്, ഈ നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് ബാങ്കിൽ ക്യൂ നിന്ന് കുഴഞ്ഞു വീണ മനുഷ്യർ, ജോലി നഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന മനുഷ്യർ, അവരുടെ പിന്മുറക്കാർ, അവരുടെ കൂട്ടാളികൾ കൃത്യമായിട്ട് നോട്ട് നിരോധനത്തെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട അതാണ്. ഇന്നാട്ടിലെ പട്ടിണി ചർച്ചയായില്ല, ഇന്നാട്ടിലെ തൊഴിലില്ലായ്മ ചർച്ചയായില്ല. ചർച്ചയായത് അപരനായിരുന്നു, പാകിസ്ഥാനായിരുന്നു, മുസ്ലിമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പൊതുബോധത്തെ ഭരണകൂടം നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോലും മാറിപ്പോകുന്നു. നമുക്കൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പാർലമെൻറ്റിന് പുതിയ കെട്ടിടം വരാൻ പോകണം. കെട്ടിടം വരുമ്പോൾ ആ കെട്ടിടം മിക്കവാറും ഒരു അമ്പലത്തിൻ്റെ മാതൃകയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മുമ്പിലൊരു അമ്പലം ഉണ്ടായിരിക്കും. ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് അകത്ത് കയറാൻ പാടുള്ള നിയമം വരും. നമുക്ക് തോന്നുകയാണ് ഒരു കുഴപ്പമില്ലെന്ന്. നമ്മുടെ നാട്ടിൽ കളക്ടറേറ്റിന് കെട്ടിടം ഉണ്ടാക്കുമ്പോൾ, സിവിൽ സ്റ്റേഷന് കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഭൂമി പൂജ എന്ന് പറയുന്ന ഒരു സ്ഥിര ഏർപ്പാടാണല്ലോ. നമുക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇല്ല. വളരെ കൃത്യമായിട്ട് നമ്മുടെ പൊതുബോധത്തെ ഫാസിസം സ്വാധീനിക്കുന്ന ഒരു തലത്തിലേക്ക് നാം മാറ്റി എഴുതപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായ സങ്കല്പം മുന്നോട്ട് വെച്ച ഒരാൾ അംബേദ്കറായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അംബേദ്കർ കൃത്യമായിട്ട് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണകൂട വ്യവസ്ഥിതിയുടെ ഭാഗമല്ല, പേരല്ല എന്നും അത് ഒരു ജീവിത രീതിയാണെന്നും ആ ജീവിത രീതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സഹജീവനമാണെന്നും അത് അപരനെക്കുറിച്ചുള്ള, അവശനായ മനുഷ്യനെക്കുറിച്ചുള്ള കരുതലാണെന്നുമാണ്. ഗാന്ധിയും അത്തരമൊരാശയം മുന്നോട്ട് വെച്ച ആളായിരുന്നു. ഗാന്ധി കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് ഇന്ത്യയിൽ 45 കോടി ജനങ്ങളാണ്. ഗാന്ധി കൃത്യമായിട്ട് പറയുന്നത് 45 കോടി ജനങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൽ നിന്നൊന്ന് വ്യത്യസ്തരായ മനുഷ്യരാണ്. അവരുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാനില്ല എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം മുന്നോട്ട് വെച്ച മനുഷ്യനായിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും സ്വപ്നം കാണുന്ന മനുഷ്യരാണ് കേട്ടോ. നമ്മളിപ്പോഴും സ്വപ്നം കാണുന്ന മനുഷ്യരാണ്. നമ്മുടെ ഭരണകൂടത്തിന് അതിദേവരെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ സ്വപ്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നിരോധിക്കുക എന്നുള്ളതായിരിക്കും. നികുതി ഏർപ്പെടുത്തുമ്പോൾ മിക്കവാറും GST 28% തന്നെ കൊണ്ടുവരും. കാരണം കോവിഡിൻ്റെ കാലത്ത് സാനിറ്റൈസറിന് 18% നികുതി ഏർപ്പെടുത്തിയ മനുഷ്യരാണ്.
എങ്കിലും നമ്മൾ സ്വപ്നങ്ങൾ കാണുന്ന മനുഷ്യരാണ്. ONV കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ല ഇതുവരെ. കന്നിവറിയൽ മകരക്കുളിരിന് കർക്കിടക കരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ സാന്ദ്ര മൗനങ്ങളിൽ സംഗീതധാരയെ കാളും വിശപ്പിലും നല്ലോണമുണ്ണുന്ന നാളിന് നമ്മൾ കിനാവു കാണുന്നു. കിനാവുകൾ നമ്മളെ കൈപിടിച്ചെങ്ങോ നടത്തുന്നു. പേടിപ്പെടുത്തും ഇരുട്ടിലും സ്വപ്നമായി ഓടി അരികിലണഞ്ഞ വെളിച്ചത്തെ നമ്മുടെ പാട്ടിൻ തിടമ്പിൽ ആവാഹിച്ച് നമ്മൾ നടന്നു വിടർന്നു പുലരികൾ. സ്വപ്നങ്ങളിൽ പണ്ട് സ്വാതന്ത്ര്യമെന്നൊരനൽപ്പലാവണ്യത്തെ നമ്മുടെ പൂർവികർ കണ്ടു മോഹിച്ചു. പല വില്ലൊടിച്ചിങ്ങു കൊണ്ടുകൂടി വച്ചു. പിന്നെ നാം ഓർക്കുന്നു സ്വപ്നങ്ങൾ നൽകിയ സപ്തവർണ്ണാഞ്ചിത ചിത്രപടി ഊന്നി ഊന്നി നടന്നു നാം. കാലദേശങ്ങൾ തൻ കാണാക്കരകളെ കാലടിപ്പാടുകളാൽ അളന്നങ്ങനെ ഉൾക്കിടിലങ്ങളും ഉത്കണ്ഠയും നവ്യഹർഷാത്ഭുതങ്ങളായി തീരുമീ വേളയിൽ വന്നണയുന്നു. വഴിയേതിരിയെന്ന് തമ്മിൽ നാം ആരായും ഈ തമോവേളയിൽ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. നോക്കൂ, ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചപ്പാടാണ് കേട്ടോ അത്. നമ്മുടെ കൂടെ നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യനോട്, നിസ്വനായ മനുഷ്യനോട് അവൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നമുക്ക് നിനക്ക് വേണ്ടി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങിക്കൊള്ളൂ എന്ന് പറയാൻ കഴിയുന്നൊരു സങ്കല്പം എന്ന് പറയുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ 2-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഖസാക്കിലെ ഒത്തുപള്ളിയിലിരുന്നു കൊണ്ട് അള്ളാബിച്ചാമുല്ലാക്ക റാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ 1001 വെള്ളക്കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു. റബ്ബുലാലമീനായ തമ്പുരാന്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സയ്യദ് മിയാൻ ഷെയ്ഖും തങ്ങന്മാരുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു. എന്നാൽ സയ്യദ് മിയാൻ ഷെയ്ഖ് ആകട്ടെ സഞ്ചരിച്ചത് ചടച്ച് മുടന്തനായ ഒരു പാണ്ടൻ കുതിരയുടെ പുറത്തായിരുന്നു. ഇതിഹാസം കേട്ടിരുന്ന ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട്, അത് ഇതുക്ക് മൊല്ലാക്ക, അന്ത കുതിരയ്ക്ക് ആര് തുണൈ? മൊല്ലാക്ക പറഞ്ഞു, അതുക്ക് തുണ പടച്ച തമ്പുരാൻ സയ്യദ് മിയാൻ ഷെയ്ഖ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കുതിരയെ തിരഞ്ഞെടുത്തത്. എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴയ്ക്കുമ്പോഴെല്ലാം പട നിൽക്കണമെന്ന് കൽപ്പിച്ചു. നോക്കൂ, നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മുടന്തനായ അവശനായ സഹജീവിയോട് നാം കാണിക്കുന്ന കരുണയുണ്ടല്ലോ, ആ കരുണയുടെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ കരുണയാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, അതിവേഗം ഒരു സവർണ ഹിന്ദു ഫാസിസ്റ്റ് രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. നമുക്കത് എത്ര കണ്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഹോളോകാസ്റ്റിലേക്ക് പോകുന്ന ബസ്സിൻ്റെ അകത്ത് സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്ന 2 പേരെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് തെരുവിൽ നിന്ന് പ്രസംഗിച്ചത് 3 കൊല്ലം മുമ്പായിരുന്നു. ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഹിറ്റ്ലറുടെ നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകുന്ന ബസ്സിൽ കയറ്റിയിരുത്തുമ്പോൾ 2 പേര് സൈഡ് സീറ്റിന് വേണ്ടി തല്ലുപിടിക്കുക. ആ ബസ്സിലിരിക്കുന്ന മനുഷ്യരാണ് കേട്ടോ നമ്മളെല്ലാവരും. ആ ബസ്സിലിരിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. എന്ന്, എപ്പോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ, അല്ലെങ്കിൽ എവിടെ വെച്ച് എന്ന കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ നമുക്കിപ്പോഴും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളും അവർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം, ഞാൻ ആദ്യമേ പറഞ്ഞു, എന്തായിരുന്നു 1947 മന്ത്രിസഭയുടെ വർഗസ്വഭാവം എന്ന് പറയുന്നത്. ഇന്നത്തെ മന്ത്രിസഭയുടെ വർഗസ്വഭാവം എന്താ? വർഗസ്വഭാവം പോട്ടെന്ന് അവരവിടെ നടത്തുന്ന പ്രകടനങ്ങൾ ONV പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒടുവിലൊരു ഉദഗ്രഭൂൽക്കാരത്തിലൊക്കെയും ഒടുക്കുന്ന ഭണമാർന്ന മൃത്യുവിന്നണ്ടങ്ങൾ അടവച്ച് വിരിയിക്കുവാൻ വെമ്പും ഒരു വിഷപ്പറവയുടെ കൊക്കും നഖങ്ങളും ചിറകും ഈ മർത്യനിൽ മുളയ്ക്കവേന്ന്. അത്തരത്തിലുള്ള വിഷപ്പറവകളുടെ ആട്ടങ്ങളാണ് നമ്മൾ ആ പൗരത്വ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ കണ്ടത്. ഭരണകൂടം, എക്സിക്യൂട്ടീവ്, നിങ്ങളെല്ലാട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിനകത്ത് 75% മുകളിൽ ആളുകൾ കൃത്യമായിട്ട് മുണ്ട് പൊക്കി നോക്കിയാൽ കാക്കി ട്രൗസർ കാണുമെന്ന് പറയില്ലേ, ആ ടൈപ്പ് ആളുകളാണെന്ന് ഒരു തർക്കം അതിനകത്ത് വേണ്ട. അവർ കൃത്യമായിട്ട് ആ വിശ്വാസം പേർന്ന മനുഷ്യരാണ്. ജുഡീഷ്യറി, നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനം ഇതുപോലെ അപഹസിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇന്ത്യൻ ജുഡീഷ്യറിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന 2 പ്രത്യേകതകളുണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ചെലവ് കുറഞ്ഞ നീതിന്യായ സംവിധാനമാണ് എന്നുള്ളതായിരുന്നു. 2, പാവപ്പെട്ടവനും പണക്കാരനും അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ തുലാസ് എപ്പോഴും പാവപ്പെട്ടവന് വേണ്ടിയിട്ട് തൂങ്ങിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ സംവിധാനം ഇല്ലാതായി മാറുന്നു. അതുമാത്രമൊന്നുമല്ലെന്ന്, എന്ത് അപഹാസ്യമായ രീതിയിലാണെന്ന് അറിയാം. നോക്കൂ, ഇന്ത്യയിൽ ജുഡീഷ്യറി ഉണ്ടായത്
നീതിന്യായ സംവിധാനം ഉണ്ടായത് ഈ ജുഡീഷ്യറിക്ക് ഒരു ഫാസിസ്റ്റ് സ്വഭാവം ഉണ്ട് കേട്ടോ. കാരണം ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത് ഇന്ത്യക്കാരായിരുന്നു. ആ ഭരണഘടനാ സമിതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവർ ഭൂരിപക്ഷം പേരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളായിരുന്നു. അവർക്ക് കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന അടിമത്തത്തിൻ്റെ ചൊരുക്കുകൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ജൈവ സ്വഭാവമുണ്ട്. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇന്ത്യൻ ശിക്ഷാ നിയമം, അത് എഴുതിയുണ്ടാക്കിയത് ഇന്ത്യക്കാരല്ല കേട്ടോ. അത് എഴുതിയുണ്ടാക്കിയത് തോമസ് ബാബിൾട്ടൺ മക്കാളെ എന്ന് പറയുന്ന പ്രഭുവാണ് 1826. അതിനകത്തൊരു നിയമമുണ്ട്, 124 രാജ്യരക്ഷാ നിയമം. ആ നിയമപ്രകാരം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് ആ നിയമപ്രകാരം ഒരുപാട് പേര്, ആയിരക്കണക്കിന് മനുഷ്യർ തുറങ്കിലടക്കപ്പെട്ട കാലത്ത് 1921 ഗാന്ധിയോട് ഒരു പത്രപ്രവർത്തകൻ പോയിട്ട് ചോദിക്കുമ്പോൾ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്. ഗാന്ധി എന്നും നിയമം, നീതി രണ്ടിനും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കേട്ടിരുന്ന ആളാണ്. ഗാന്ധി നിയമത്തിന് മുകളിൽ നീതിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാളായിരുന്നു. അന്ന് ഗാന്ധി പറഞ്ഞത് ഇത് നിയമത്തിൻ്റെയും നീതിയുടെയും ബലാത്സംഗമാണ് ഈ വകുപ്പ് എന്നാണ്. ഗാന്ധി അന്ന് ഒരാശ മുന്നോട്ട് വെച്ചു. 1947 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നിയമം അല്ലെങ്കിൽ ഈ പറയുന്ന വകുപ്പ് നമ്മുടെ പീനൽ കോഡിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു. ചെയ്തില്ല. നമ്മുടെ ഭരണകൂടങ്ങൾ എതിരാളികളെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജുഡീഷ്യറിക്ക് എല്ലാ കാലത്തും ഒരു ഫാസിസ്റ്റ് സ്വഭാവമുണ്ട്. ആ ഫാസിസ്റ്റ് സ്വഭാവം ഇന്ന് ഭരണകൂടവുമായി ചേർത്ത് വളരെ കൃത്യമായ ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതിനുമപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ കോടതി ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ കോടതി ഉണ്ടാക്കിയത് ഇന്ത്യക്കാർക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ബ്രിട്ടീഷുകാർ കോടതി ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് ഇവിടെ എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കണം. ആ തോന്നിവാസത്തിനൊരു നിയമപരിരക്ഷ വേണം. അത് കൃത്യമായിട്ട് നമ്മുടെ ജനതത്തെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് കോടതികൾ എന്ത് വിഡ്ഢിത്തം പറഞ്ഞാലും കോടതിയല്ലേ പറഞ്ഞത്, തെറ്റില്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാവുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ കോടതി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തന്നെ തോന്നി ഇത് കൈവിട്ടു പോവുകയാണ്. അങ്ങനെയാണ് അവർ ഒരു 3 അംഗ കമ്മിറ്റി, ആ 3 അംഗ കമ്മിറ്റിയിലുണ്ടായിരുന്നത് സ്ട്രാച്ചിയും തോമസ് മൺറോവും കേണൽ വാക്കറുമൊക്കെയായിരുന്നു. 1000-ഓളം പേജുള്ള റിപ്പോർട്ടാണ് അവർ ഗവൺമെൻറ് സമർപ്പിച്ചത്. കോടതികൾ നടക്കുന്ന അഴിമതിയെക്കുറിച്ച്, ദശലക്ഷം സാക്ഷികളെ വിസ്തരിക്കേണ്ടി വരുന്ന ലക്ഷത്തിലേറെ കെട്ടിക്കിടക്കുന്ന കേസുകളെക്കുറിച്ച്, വിദൂരമായ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന സാക്ഷികളെക്കുറിച്ച്, ഭാഷ അറിയാത്ത ജഡ്ജിമാരെക്കുറിച്ച്, അഴിമതിയിൽ നീന്തിക്കുളിക്കുന്ന കോടതി ജോലിക്കാരെക്കുറിച്ച്, ലേലം വിളിക്കപ്പെടുന്ന നീതിയെക്കുറിച്ച്. അക്കാലത്താണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന മനുഷ്യൻ അന്ധർനഗരി ചോപ്പട്ട് രാജ എന്ന് പറയുന്ന ഒരു നാടകം എഴുതുന്നത്. അന്ധർനഗരി ചോപ്പട്ട് രാജ എന്ന് പറയുന്നത്, അന്ധർനഗരി ചോപ്പട്ട് രാജാവിനെ കേൾക്കുമ്പോൾ നരേന്ദ്രഭായ് മോഡി ആർക്കെങ്കിലും ഓർമ്മ വന്നാൽ എൻ്റെ കുറ്റമല്ല കേട്ടോ. ഈ അന്ധർനഗരി ചോപ്പട്ട് രാജാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നാട്ടിലൊരു അങ്ങാടി ഉണ്ടാകും. അങ്ങാടിയുടെ പേര് 1 രൂപയ്ക്ക് ഒരു സേർ എന്നാണ് അങ്ങാടിയുടെ പേര്. അതായത് ഒരു സേർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഗോതമ്പിനായാലും സ്വർണത്തിനായാലും ഒരു സേറിന് 1 രൂപയാണ്. അപ്പം അങ്ങൊരു നിയമം കൊണ്ടുവന്നപ്പോൾ അങ്ങോട്ട് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടിട്ടാവാൻ പോകുന്ന ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്വർണത്തിനോടുള്ള ആർത്തി ആൾക്കാർക്ക് കുറയും. അപ്പുറത്ത് വേറെ നാടുണ്ടെന്നും അപ്പുറത്ത് വേറെ അങ്ങാടി ഉണ്ടെന്നും ഇവർക്ക് അറിയില്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഭായി പറഞ്ഞ അതേ ന്യായം തന്നെയാണിത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദർബാറിലേക്ക് ഒരു ദിവസം ഒരു കേസ് വിചാരണയ്ക്ക് വരുന്നു. കേസ് കല്ലുവിൻ്റെ മതിൽ വീണ് പരാതിക്കാരൻ്റെ ആട് ചത്തു എന്നുള്ളതാണ് കേസ്. രാജാവ് ശിക്ഷ വിധിച്ചു. കല്ലുവിന് മതിൽ പണിത ആശാരിയെ, അയാൾക്ക് കുമ്മായം കൂട്ടിക്കൊടുത്ത കുമ്മായക്കാരന്, അയാൾക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത ഭിസ്തിക്ക് വലിയ മസാക്കുണ്ടാക്കി കൊടുത്ത കസായിക്ക് വലിയ ആടിനെ വിറ്റ ആട്ടിടയന്, ഒടുവിൽ വിൽക്കുന്ന സമയത്ത് ആട്ടിടയൻ്റെ ശ്രദ്ധ തെറ്റിച്ച കോത്തുവാളിനെ, ആ സീരീസിലെ മുഴുവൻ ആളുകളെയും തൂക്കിക്കൊല്ലാനായിട്ട് ശിക്ഷ വിധിച്ചു. കാരണം ആട് ചത്തൂല്ലോ, ശിക്ഷിക്കണമല്ലോ. അവസാനം നടന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരുക്കുണ്ടല്ലോ, മറ്റേ വധശിക്ഷയ്ക്കുള്ള കുരുക്ക്, ഈ കുരുക്ക് കോത്തുവാളിൻ്റെ കഴുത്തിൽ പറ്റുന്നതായിരുന്നില്ല. കാരണം ഇയാൾക്ക് ഒത്തിരി തടിയുണ്ട്, വലിയ കഴുത്താണ്. അതുകൊണ്ട് രാജാവ് പറഞ്ഞു കുരുക്ക് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് കുരുക്കിന് പറ്റിയ കഴുത്തുള്ള ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് വഴി കൂടെ പോയിരുന്ന പാവപ്പെട്ട ഗോവർദ്ധൻ എന്ന് പറയുന്ന ആൾ അതിൽ കഥാപാത്രമായിട്ട് മാറുന്നത്. അതിനെക്കുറിച്ച് ആനന്ദ് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ വിധി പ്രഖ്യാപിക്കുന്ന, ഭരണകൂടത്തിൻ്റെ മുട്ടിലിഴയുന്ന ന്യായാധിപന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ത്യയിലെ കോടതികൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. 4-മത്തേത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെന്ന് പറയുന്നത്
നോക്കൂ, ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാരെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന മാധ്യമപ്രവർത്തകരോട് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ, അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രം എന്താ ചെയ്തെന്നറിയോ നിങ്ങൾക്ക്? എഡിറ്റോറിയൽ പേജ് മൊത്തം കറുപ്പ് മഷി പുരട്ടിയിട്ട് ഒരക്ഷരം പോലും എഴുതാതെ അങ്ങ് പ്രസിദ്ധീകരിച്ചു. അത്തരം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്ന ഒരു രാജ്യത്ത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഒത്താശയ്ക്കനുസരിച്ച് മുട്ടലഴയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതിനൊപ്പം അതിശക്തമായ പാരാമിലിറ്ററി അത് രംഗത്തുണ്ട് കേട്ടോ. കൃത്യമായിട്ടൊരു അജണ്ടയാണ് സവർക്കർ പണ്ട് പറഞ്ഞു വെച്ച അജണ്ട. അതായത് രാഷ്ട്രീയത്തിൻ്റെ മതവൽക്കരണം, മതത്തിൻ്റെ സൈനികവൽക്കരണം. ആ അജണ്ട പല പേരിൽ, ശ്രീരാമസേന എന്നതിന് പേരുണ്ട്, ഹനുമാൻ സേന എന്ന് പേരുണ്ട്, അതിന് ബജ്രംഗദൾ എന്ന് പേരുണ്ട്, അതിന് അയ്യപ്പ സംരക്ഷണ സമിതി എന്ന് പേരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. കേരളത്തിനകത്ത് വല്ലാണ്ട് ഇറങ്ങി കളിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇന്നലത്തെ സന്ദീപിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. വല്ലാതെ ഇറങ്ങി കളിക്കാത്തത് ഇറച്ചിയിൽ മണ്ണ് പറ്റുന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ കേരളത്തിന് പുറത്ത് അതല്ല സ്ഥിതി. ഏത് സമയത്തും ആക്രമണോത്സുകമായിട്ടുള്ളൊരു സൈന്യമായിട്ട് അവരവിടെ വർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സവർണ ഹിന്ദു ഫാസിസ്റ്റ് സങ്കല്പത്തിലേക്ക് ഇന്ത്യ അതിവേഗം നടന്നെടുക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ എല്ലാ തൂണുകളും അവർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് പറ്റുന്നൊരു കുഴപ്പമുണ്ട് കേട്ടോ. നമുക്ക് പറ്റുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങളെങ്ങനെ ഒറ്റയായിട്ട് കാണുന്ന മനുഷ്യരാണെന്നാണ്. ആകയാൽ ഒറ്റയിൽ കാണും ആകുലികളെ പാട്ടതും വീണെന്ന് കൊണ്ട് വൈലോപ്പിള്ളി മാഷ് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ സ്റ്റാൻ സ്വാമി മരിച്ചപ്പോൾ നമ്മൾ ഒരാഴ്ച സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് ചർച്ച ചെയ്തു. സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇന്നലെ ജാമ്യം കിട്ടിയ സുധാ ഭരദ്വാജിനെ കുറിച്ച്, വരവര റാവുവിനെ കുറിച്ച്, അല്ലെങ്കിൽ നൗഖാലയെക്കുറിച്ച്, ഹാനി ബാബുവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല. അത് ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഇവരെല്ലാവരും BK-16 എന്ന് പറയുന്ന ഭീമാ കൊറേഗാവ് 16 എന്ന് പറയുന്ന ആ കേസിനകത്തെ പ്രതികളാണ്. അത് ചർച്ച ചെയ്തപ്പോൾ ആ ചർച്ചയിലേക്ക് ഒരിക്കൽ പോലും നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തിനെ കൊണ്ടുവന്നില്ല. നമ്മൾ അതിലേക്ക് ഒരിക്കൽ പോലും ലക്ഷദ്വീപിലെ നിയമങ്ങളെ കൊണ്ടുവന്നില്ല. നമ്മൾ ഒരിക്കൽ പോലും അതിലേക്ക് ആസാമിലെ NRCയെ കൊണ്ടുവന്നില്ല. ഇത് തമ്മിലുള്ളൊരു ശൃംഖലാബന്ധമുണ്ട്. ഇതെല്ലാം ഒരേ അച്ചിൽ നിന്ന് പുറപ്പെടുന്ന സാധനങ്ങളാണെന്ന്. അതുകൊണ്ട് ഇതിനെ എല്ലാത്തിനെയും സമഗ്രമായി കാണാനുള്ളൊരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് നമുക്കില്ലാതായി പോകുന്നു എന്നുള്ളതാണ്. അത് പുതിയ ലോകക്രമത്തിൻ്റെ ഭാഗമാണ്. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ സാമൂഹിക പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഓർമ്മ ഉണ്ടായിക്കഴിഞ്ഞാലാണല്ലോ 5 കൊല്ലം മുമ്പ് നിങ്ങളിത് പറഞ്ഞില്ലേ എന്ന് ഭരണകൂടത്തിനോട് നമ്മൾ ചോദിക്കുക. നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുന്നു എന്നെങ്ങനെ അറിഞ്ഞു നാം എന്ന് നമ്മളെ പാടി പഠിപ്പിച്ചത് NN കക്കാടായിരുന്നു. ദ സ്ട്രഗിൾ ഓഫ് മാൻ അഗൻസ്റ്റ് പവർ ഈസ് നത്തിങ് ബട്ട് ദ സ്ട്രഗിൾ ഓഫ് മെമ്മറി അഗൻസ്റ്റ് ഫോർഗറ്റിംഗ് എന്ന് പറഞ്ഞത് മിലൻ കുന്ദേര ആയിരുന്നു. അതായത് മറവികൾക്കെതിരായിട്ടുള്ള ഓർമ്മകളുടെ സമരമാണ് ജീവിതമെന്ന്, അതാണ് പോരാട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഓരോ സാധനം വരുമ്പോഴും കൃത്യമായിട്ട് 1947 മുതലെങ്കിൽ 47 മുതൽ നമ്മളിന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുട്ടികളെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നോക്കൂ, തൊഴിലാളി എന്ന് പറയുന്ന വാക്ക്, അടിമ എന്ന് പറയുന്ന വാക്കൊക്കെ റീഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് കേട്ടോ നമ്മൾ ജീവിക്കുന്നത്. പണ്ട് നമ്മുടെ മനസ്സിൽ തൊഴിലാളി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കർഷക തൊഴിലാളി അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളി. നമ്മുടെ സർക്കാർ ജീവനക്കാർ തൊഴിലാളികളാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങി എന്നാ കുറേ സമരങ്ങൾ നടന്ന കാലത്താണ്. നമ്മുടെ അവകാശങ്ങൾ അതിക്രൂരമായിട്ട് കവർന്നെടുക്കാൻ ഭരണകൂടങ്ങളുണ്ടായ അന്ന് അവർക്കെതിരായിട്ട് തെരുവിൽ നമ്മൾ ഇറങ്ങിയ കാലത്താണ് നമ്മൾ കൂടെ തൊഴിലാളികളാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 1990-കളിൽ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ട് നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചു നടക്കുമ്പോൾ ഞങ്ങളെ നോക്കി കൊട്ടാരത്തിൽ നിന്ന് പരിഹസിച്ച ഓഫീസർമാരുണ്ട്. ആ ഓഫീസർമാർ ഇന്ന് തെരുവിലുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലെ എയർ ഹോസ്റ്റസുമാർ, അങ്ങനെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ മുഴുവൻ ഇന്ന് തെരുവിലുണ്ട്. പാർലമെന്റിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കാമെന്ന്, പാർലമെന്റിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പുറത്തെ തെരുവുണ്ടല്ലോ, ഈ ആ തെരുവ് നമ്മുടെ കയ്യിലാണെന്ന് ഇപ്പോഴും. 1% ആളുകൾ അപ്പുറത്തുണ്ടെങ്കിൽ 99% ആളുകൾ ഇപ്പുറത്തുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന ഐക്യനിരയുണ്ടല്ലോ, ആ ഐക്യനിരയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. രാജ്യത്ത് എവിടെയെങ്കിലും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള, കർഷക വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം എവിടെയെങ്കിലും നടപ്പിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും, പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും തെരുവിലിറങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു ഐക്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഈ കെട്ടകാലത്തെ നമുക്ക് നേരിടാൻ കഴിയുകയില്ല. ONV പണ്ട് മാർക്സിൻ്റെ ശവകുടീരത്തിൽ പോയിട്ട് എഴുതിയൊരു കവിതയുണ്ട്.
മാർക്സിൻ്റെ ഒരു ഗീതം എന്നാണ് കവിതയുടെ പേര്. ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻവാക്കുറങ്ങാതിരിക്കുന്നു എന്ന് തുടങ്ങുന്ന കവിത. ഇവിടെ നിൽക്കുമീ നിസ്വരാമർത്യനിൽ ഇരമൃഗമായി കിതയ്ക്കും മനുഷ്യനിൽ ഒരു പിടി അരി വെന്ത വെള്ളത്തിനായി എരിപൊരിക്കൊള്ളും ഈ കൊച്ചു പൈതലിൽ കരൾ നിറയെ പരദുഃഖഭാരവും ചുമലിൽ സ്വന്തം കുരിശും ചുമന്നുപോം നിരപരാധിയിൽ നിസ്സഹായാത്മാവിൽ നിണമുരയ്ക്കും അവൻ്റെ മുറിപ്പാടിൽ നിറമിഴിയിലെ ഉപ്പുനീരിറ്റിച്ച് മുഖമമർത്തവേ മൂർച്ഛിക്കും അമ്മയിൽ ഇനിയും എത്താത്ത വാഗ്ദത്ത ഭൂമി തന്നിനവുകൾ നിന്നെരിയും മനുഷ്യനിൽ ഇടിമുഴക്കമായി വിദ്യുൽക്കണങ്ങളായി ഇവിടെ നിൻവാക്കുറങ്ങാതിരിക്കുന്നു. ഇരുളിൻ കൂടപ്പിറപ്പുകൾ വേച്ചു വേച്ചിഴയും എത്ര ഖനികൾ തന്നാഴത്തിൽ ധവള സമ്പന്ന നീതികൾ നീരൂറ്റി തരിശു ഭൂമിയായി മാറ്റുമിടങ്ങളിൽ അവിടെ മണ്ണിൻ ഹരിത സ്വപ്നങ്ങളിൽ അടിമകളൻ അരുണരോഷങ്ങളിൽ തുടലു പൊട്ടിച്ചെറിയാൻ പിടയുന്നൊരു ഇരുൾ ഉൾക്കട സ്വാതന്ത്ര്യദാഹത്തിൽ അവിടെ നിൻവാക്കുറങ്ങാതിരിക്കുന്നു. അതിലെ അഗ്നി ഞാൻ എന്നിൽ കൊളുത്തുന്നു. അവിടെ നിൻവാക്കുറങ്ങാതിരിക്കുന്നു. അതിലെ അഗ്നി ഞാൻ എന്നിൽ കൊളുത്തുന്നു. ആ അഗ്നിയുമായിട്ട് അഗ്നിശിഖയുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മുകളിൽ ഉള്ളത് പ്രതീക്ഷകളുടെ മേഘമാലാപ്പാണ്. ആ പ്രതീക്ഷകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അടിയന്തരാവസ്ഥക്കാലത്ത് സച്ചിദാനന്ദ മാഷിലാണ് ഞാൻ തുടങ്ങിയത്. മാഷ് തന്നെ അവസാനിപ്പിക്കാം. അടിയന്തരാവസ്ഥക്കാലത്ത് സച്ചിദാനന്ദ മാഷ് എഴുതിയൊരു കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: അമാവാസി കണ്ട് ഇനി നിലാവുദിക്കില്ല എന്ന് കരുതരുത്. അമാവാസി കണ്ട് ഇനി നിലാവുദിക്കില്ല എന്ന് കരുതരുത്. ശിശിരത്തിലെ മരങ്ങൾ കണ്ട് ഇലകളുടെ കാലം കഴിഞ്ഞുപോയി എന്ന് നിലവിളിക്കുകയും അരുത്. ശിശിരത്തിലെ മരങ്ങൾ കണ്ട് ഇലകളുടെ കാലം കഴിഞ്ഞുപോയി എന്ന് നിലവിളിക്കുകയും അരുത്. താഴ്വാരത്തിൽ ചന്ദ്രനുണ്ട്, താഴ്വാരത്തിൽ ചന്ദ്രനുണ്ട്. ഭൂമിയുടെ യൗവനത്തിൽ തളിരുകൾ ഉണരുന്ന രസം നിറയുണ്ട്. ഭൂമിയുടെ യൗവനത്തിൽ തളിരുകൾ ഉണരുന്ന രസം നിറയുണ്ട്. ഇതൊരിടവേള മാത്രമാണ്. പൂവുകളെക്കുറിച്ച് പാടാൻ കഴിയുന്ന ഒരു കാലം വരും. അന്ന് ഇന്നാട്ടിലെ മനുഷ്യരെല്ലാവരും കവികളാകും. ഇതൊരിടവേള മാത്രമാണ്. പൂവുകളെക്കുറിച്ച് പാടാൻ കഴിയുന്ന ഒരു കാലം വരും. അന്ന് ഇന്നാട്ടിലെ മനുഷ്യരെല്ലാവരും കവികളാകും. നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.